ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു എജ്യൂബിൾസ് ലേണിംഗ്. പ്രിയപ്പെട്ട മക്കളെ, NCET എക്സാമിൻ്റെ ആപ്ലിക്കേഷൻ ആരംഭിച്ചു അല്ലേ? എല്ലാ മക്കളും ഇങ്ങനെ NCET എക്സാമിനെ കുറിച്ച് പരതി നടക്കുകയാണ്, എങ്ങനെയാണ് അപ്ലൈ ചെയ്യുക കാര്യങ്ങൾ എന്നൊക്കെ അന്വേഷിച്ചുകൊണ്ട്. അപ്പോൾ ഈ വീഡിയോയിലൂടെ നമുക്ക് NCET എക്സാമിന് എങ്ങനെ അപ്ലൈ ചെയ്യാം, സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് പ്രോസസ്സ് ഈ വീഡിയോയിലൂടെ സാറ് നിങ്ങൾക്ക് ഡിസ്കസ് ചെയ്ത് തരികയാണ്. അപ്പോൾ പെട്ടെന്ന് തന്നെ നമുക്ക് വളരെ സ്പീഡിൽ വളരെ ലാഗൊന്നും ഇല്ലാതെ ഒരു 10 മിനിറ്റിൽ എങ്ങനെ അപ്ലൈ ചെയ്യാമെന്ന് നിങ്ങൾക്ക് കറക്റ്റ് പറഞ്ഞു തരാം. ഓക്കെ, അപ്പോൾ ആദ്യമായിട്ട് നിങ്ങൾ അപ്ലൈ ചെയ്യാൻ നിങ്ങൾ എടുക്കേണ്ട സൈറ്റ്, നമ്മൾ ജസ്റ്റ് ഗൂഗിളിൽ പോയിട്ട് NCET എന്ന് നിങ്ങളൊന്ന് ടൈപ്പ് ചെയ്താൽ, ഓക്കെ, NCET എന്ന് നിങ്ങൾ ടൈപ്പ് ചെയ്താൽ നിങ്ങൾക്ക് ആദ്യം വരുന്ന വെബ്സൈറ്റ് ആണ് exams.nta.nic.in എന്ന് പറയുന്ന NTA-യുടെ വെബ്സൈറ്റ്. ഈ വെബ്സൈറ്റിൽ കയറിയാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഈ വെബ്സൈറ്റിൽ നിങ്ങൾ ഓപ്പൺ ചെയ്യാം. ഈ വെബ്സൈറ്റിൽ ഓപ്പൺ ചെയ്താൽ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു ഇന്റർഫേസിലേക്ക് നിങ്ങൾക്ക് നിർബന്ധമായും എത്താനാവും. ഓക്കെ, നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി എന്ന് പറയുന്ന NTA-യുടെ ഓക്കെ, ഈ വെബ്സൈറ്റിൽ നിങ്ങൾക്ക് ഇതാ രജിസ്ട്രേഷൻ ഫോർ NCET 2026 ഈസ് ലൈവ് എന്ന് കാണുന്നിടത്ത് ക്ലിക്ക് ചെയ്താൽ നിങ്ങൾ ഓട്ടോമാറ്റിക്കലി നിങ്ങൾ എന്ത് ചെയ്യും, NCET എക്സാമിന് അപ്ലിക്കേഷൻ ചെയ്യേണ്ട സൈറ്റിലേക്ക് നിങ്ങൾ ഓട്ടോമാറ്റിക്കലി എത്തും. ഓക്കെ, ഇങ്ങനെ ഒരു സൈറ്റിലേക്ക് നിങ്ങൾ എത്തിയാൽ ഇവിടെ നമുക്ക് കാണാം രജിസ്ട്രേഷൻ ഫോർ NCET 2026 എന്ന് പറയുന്ന ചുവപ്പ് അടയാളത്തിൽ കൊടുത്ത് അവിടെ ക്ലിക്ക് ചെയ്യുകയാണ് വേണ്ടത്. അവിടെ ക്ലിക്ക് ചെയ്യലോടുകൂടെ നമ്മൾ അപ്ലിക്കേഷൻ പ്രോസസ്സിന്റെ ആദ്യ ഘട്ടത്തിലേക്ക് നമ്മൾ കടക്കുകയാണ്. ഓക്കെ, അങ്ങനെ നിങ്ങൾ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾ ആദ്യം എത്തുക ഇങ്ങനെ ഒരു ഇന്റർഫേസിലേക്ക് നിങ്ങൾ എത്തും. ഓക്കെ, ഇതവിടെ നമുക്ക് 3 സ്റ്റെപ്സ് ആണുള്ളത്. ഓക്കെ, ഇവിടെ സ്റ്റെപ്പ് 2 അപ്ലൈ ഓൺലൈൻ ഉണ്ട്, അതുപോലെ തന്നെ രജിസ്റ്റർ യുവർ സെൽഫ് ഫോർ എബോവ് മെൻഷൻഡ് എക്സാമിനേഷൻ ഉണ്ട്, ഓൾറെഡി രജിസ്റ്റേർഡ് കാൻഡിഡേറ്റ്, ഇത് മൂന്നും ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് നമ്മൾ നോക്കുകയാണെങ്കിൽ നമുക്ക് ഇതിൽ ഏതാണ് ചെയ്യേണ്ടത്? നമ്മൾ ആദ്യമായിട്ട് രജിസ്ട്രേഷൻ പോവുകയാണല്ലേ. ഓക്കെ, നമ്മൾ ആദ്യമായി രജിസ്ട്രേഷൻ, അപ്പോൾ നമുക്ക് ഈ ന്യൂ രജിസ്ട്രേഷൻ ആണ് ക്ലിക്ക് ചെയ്യേണ്ടത്. ഓക്കെ, പക്ഷെങ്കിൽ നമുക്ക് ഇതിൻ്റെ മുമ്പ് നമ്മൾ കൃത്യമായി ചെയ്തിരിക്കേണ്ടത് എങ്ങനെ അപ്ലൈ ചെയ്യാനുള്ള സ്റ്റെപ്പുകൾ കറക്റ്റ് ഡൗൺ ഇൻഫർമേഷൻ ബുള്ളറ്റിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇൻഫർമേഷൻ ബുള്ളറ്റിൻ പറഞ്ഞത് കൃത്യമായി വായിച്ച് മനസ്സിലാക്കിയിട്ട് നമ്മൾ ആപ്ലിക്കേഷൻ പ്രോസസ്സ് ചെയ്യാൻ പറ്റുള്ളൂ. ഒരു യൂട്യൂബ് വീഡിയോയിലും കേട്ടതിൻ്റെ ഒന്നും അടിസ്ഥാനത്തിലല്ല നിങ്ങൾ ചെയ്യാൻ പോകേണ്ടത്. ഏറ്റവും ആത്യന്തികമായിട്ട് നിങ്ങളുടെ ഒതന്റിക് ആയിട്ടുള്ള ഡാറ്റ, അതായത് എന്താണ് NCET എക്സാം, എങ്ങനെ അപ്ലൈ ചെയ്യണം, റൂൾസ് ആൻഡ് റെഗുലേഷൻസ് കൃത്യമായി പറഞ്ഞിട്ടുള്ളത് NTA-യുടെ വെബ്സൈറ്റിലുള്ള ഇൻഫർമേഷൻ ബുള്ളറ്റിലാണ്. അത് നോക്കിയിട്ടാണ് നിങ്ങൾ ചെയ്യേണ്ടതും പഠിക്കേണ്ടതും എല്ലാ കാര്യങ്ങളും. അപ്പോൾ അത് നമ്മൾ വ്യക്തമായിട്ട് നമ്മുടെ യൂട്യൂബ് ചാനൽ ഇൻഫർമേഷൻ ബുള്ളറ്റിൽ നമ്മൾ ഡിസ്കസ് ചെയ്ത് മറ്റൊരു വീഡിയോ ഇട്ടിട്ടുണ്ട്. അത് കാണാത്തവർ നമ്മുടെ ചാനൽ കയറി നോക്കിയിട്ട് അത് കാണുക. അതിനുശേഷമാണ് ആപ്ലിക്കേഷൻ പ്രോസസ് ചെയ്യേണ്ടത്, ഏതൊക്കെ യൂണിവേഴ്സിറ്റികളാണ് കൊടുക്കുന്നത്, അവിടെ ഏതൊക്കെ പേപ്പേഴ്സ് ആണ് എഴുതേണ്ടത്, എന്താണ് ITP പ്രോഗ്രാം, എന്താണ് NCET എക്സാം, എത്ര മണിക്കൂറുണ്ട്, കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽസ് ഒക്കെ അതിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ മനസ്സിലാക്കിയിട്ടാണ് നാം ആപ്ലിക്കേഷൻ പ്രോസസ്സിലേക്ക് വരേണ്ടത്. അപ്പോൾ ആദ്യം നിങ്ങൾ ഇൻഫർമേഷൻ ബുള്ളറ്റിൻ വായിക്കുക, കണ്ടറിയുക, മനസ്സിലാക്കുക, എന്നിട്ടാണ് രജിസ്ട്രേഷൻ കൊടുക്കേണ്ടത്. അങ്ങനെ നമ്മൾ ഇവിടെ രജിസ്റ്റർ ചെയ്യണം. ഇനി നിങ്ങൾ രജിസ്റ്റർ ചെയ്ത് കുറച്ച് ആപ്ലിക്കേഷൻ പ്രോസസ് ഒക്കെ ചെയ്തിട്ട് പിന്നീട് ബാക്കി ഒന്നും ചെയ്യുകയാണെങ്കിൽ ഇവിടെ വന്നിട്ട് നമ്മൾ ലോഗിൻ കൊടുത്തിട്ടാണ് നമ്മൾ ചെയ്യേണ്ടത്. ഓക്കെ, ഇപ്പം നമ്മൾ ആദ്യമായി രജിസ്റ്റർ ചെയ്യാൻ പോകുന്നതുകൊണ്ട് തന്നെ നമ്മൾ ആദ്യമായിട്ട് ന്യൂ രജിസ്ട്രേഷൻ നമ്മൾ കൊടുക്കുക. ന്യൂ രജിസ്ട്രേഷനിൽ ക്ലിക്ക് ചെയ്താൽ നമുക്ക് ആദ്യമായിട്ട് ഇതിലൊരു അക്കൗണ്ട് എടുക്കാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റിയിലേക്കാണ് പോവുക. നമ്മൾ ആദ്യം NTA-യുടെ ഇതിലൊരു അക്കൗണ്ട് ഉണ്ടാക്കുക, എന്നിട്ടാണ് ബാക്കി കാര്യങ്ങൾ ചെയ്യാം. ഓക്കെ, അപ്പം നമ്മൾ അങ്ങനെ ക്ലിക്ക് ചെയ്താൽ ഇങ്ങനെ ഇന്റർഫേസിലേക്ക് നമ്മൾ എത്തും. അതിൽ പറയുന്നത് ആദ്യം രജിസ്ട്രേഷൻ കംപ്ലീറ്റ് ചെയ്യുക, നമ്മുടെ പേഴ്സണൽ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുക, അതിനുശേഷം ആപ്ലിക്കേഷൻ ഫോം കംപ്ലീറ്റ് ചെയ്യുക, അതിനുശേഷം ഫീ പേയ്മെന്റ് നടത്തുക. ഇങ്ങനെ ഒരു 3 സ്റ്റെപ്പാണ് ഇതിന് നമുക്കുള്ളത്. ഓക്കെ, ഇങ്ങനെ ഒരു 3 സ്റ്റെപ്പാണ് നമുക്കിതിനായിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ആദ്യമായിട്ട് അവർ പറയുന്നത് ഇൻഫർമേഷൻ ബുള്ളറ്റിൻ ഡൗൺലോഡ് ചെയ്ത് വായിക്കണം. ഇനി അതിൻ്റെ ഫീയുടെ കാര്യങ്ങൾ കറക്റ്റ് ഇവിടെ പറയുന്നുണ്ട്. ഫീ വരുന്നത് ജനറൽ കാറ്റഗറി ആണെങ്കിൽ 1200 രൂപയാണ്, OBCക്ക് 1000 രൂപ, SC ST PWD ഒക്കെ ആണെങ്കിൽ 650 രൂപയാണ് അവർക്ക് ഫീ ആയിട്ട് വരുന്നത്. ഓക്കെ, ഇത് കറക്റ്റ് ആണല്ലോ എല്ലാവർക്കും. ഓക്കെ, ഇനി നമ്മൾ നമ്മുടെ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യണം. നമ്മുടെ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള രജിസ്ട്രേഷൻ്റെ സ്റ്റെപ്പിലേക്ക് പോവുകയാണ്. ഓക്കെ, ആദ്യം ഇൻഫർമേഷൻ ബുള്ളറ്റിൻ എന്തായാലും നിങ്ങൾ വായിക്കണം. അപ്പോൾ അതാണ് ഇവിടെ ചോദിക്കുന്നത്. ഇവർ പറയുന്ന ഇൻഫർമേഷൻ ബുള്ളറ്റിൻ നിങ്ങൾ നിർബന്ധമായും വായിക്കണം. അങ്ങനെ വായിച്ചിട്ടാണ് ഈ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യേണ്ടത്. ആപ്ലിക്കേഷൻ നമ്പർ നിങ്ങൾക്ക് ഒരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാൻ നിങ്ങളൊരു ഇതിൽ ഓട്ടോമാറ്റിക്കലി നിങ്ങൾക്ക് ഒരു ഓപ്ഷൻ ആപ്ലിക്കേഷൻ നമ്പർ രജിസ്ട്രേഷൻ ചെയ്ത് കഴിഞ്ഞാൽ ക്രിയേറ്റ് ആവും. അതിൻ്റെ ഒരു പാസ്വേഡ് നിങ്ങളിവിടെ ക്രിയേറ്റ് ചെയ്യണം. ആ പാസ്വേഡിൽ എന്തൊക്കെ ഉണ്ടായിരിക്കണം എന്നുള്ളത് ഇവിടെ കറക്റ്റ് പറയുന്നുണ്ട്. പാസ്വേഡിൽ ഒരു ക്യാപിറ്റൽ ലെറ്റർ, ഒരു സ്മോൾ ലെറ്റർ, ഒരു സ്പെഷ്യൽ ലെറ്റർ, ഒരു ന്യൂമറിക്കൽ ലെറ്റർ, ഇതൊക്കെ ഇതിലുണ്ടായിരിക്കണം. കാര്യങ്ങളൊക്കെ ഇതിലുണ്ടായിരിക്കണം.
ആയിരിക്കണം, അങ്ങനെ 8 to 30 ക്യാരക്ടർ ആയിരിക്കണം, അങ്ങനെയുള്ള ഒരു പാസ്വേഡ് നിങ്ങൾ ക്രിയേറ്റ് ചെയ്യണം എന്നൊക്കെ പറയുന്നുണ്ട്. നമ്മൾ ആ സ്റ്റെപ്പിലേക്ക് പോവുകയാണ്. അങ്ങനെ നമ്മുടെ ഈ സൈറ്റ് നിങ്ങൾ താഴോട്ട് നീക്കിയാൽ നിങ്ങൾക്ക് താഴെ നിങ്ങൾക്ക് എത്തിയാൽ ഇങ്ങനെ ഈ ഇൻസ്ട്രക്ഷൻസ് ഒക്കെ നമ്മൾ വായിച്ച് അവസാനം എത്തിയാൽ നമുക്ക് ഇതൊക്കെ വായിച്ചു പ്ലീസ് റീഡ് ദ ഇൻസ്ട്രക്ഷൻ കെയർഫുള്ളി ആൻഡ് ഗിവ് യുവർ കൺസെന്റ് ബിലോ മെൻഷൻ ഡിക്ലറേഷൻ. ഇവിടെ നിങ്ങൾ ടിക്ക് കൊടുക്കുക. ടിക്ക് കൊടുത്താൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, താഴെ ക്ലിക്ക് ടു പ്രൊസീഡ് എന്ന സ്ഥലത്ത് കാണാം. അവിടെ നിങ്ങൾ ക്ലിക്ക് ചെയ്താലാണ് നമ്മൾ രജിസ്ട്രേഷനിലേക്ക് പോകുന്നത്. ഇത് NTA ഉറപ്പിക്കുകയാണ്. നിങ്ങൾ ഇൻഫർമേഷൻ ബുള്ളറ്റിനൊക്കെ വായിച്ച് കൃത്യമായി മനസ്സിലാക്കിയിട്ടാണ് ആപ്ലിക്കേഷൻ പ്രോസസ്സിലേക്ക് പോകുന്നതെന്ന് ഉറപ്പിക്കുകയാണ്. ഓക്കെ, അതിൽ ക്ലിക്ക് ചെയ്താൽ നമ്മുടെ ഫസ്റ്റ് രജിസ്ട്രേഷനിലേക്ക് നമ്മൾ കിടക്കും. ഓക്കെ, അതാണ് നമ്മൾ രജിസ്ട്രേഷൻ്റെ ഫസ്റ്റ് പേജിലെത്തും. ആദ്യം തന്നെ നമുക്ക് ക്രിയേറ്റ് ചെയ്യാനുള്ള നമ്മുടെ നെയിം കൃത്യമായിട്ട് തെറ്റാതെ അടിച്ചു കൊടുക്കുക. നമ്മുടെ 10th പാസിംഗ് സർട്ടിഫിക്കറ്റിലെ മാർക്ക് ഷീറ്റിൽ എങ്ങനെയാണോ നെയിമുള്ളത് അതുപോലെ കൊടുക്കുക. ഫാദറിൻ്റെ നെയിം കൊടുക്കുക, മദർ, ഡേറ്റ് ഓഫ് ബർത്ത്, ജെൻഡർ. ഈ കാര്യങ്ങളൊക്കെ ഒന്നും കൂടെ കൺഫേം ചെയ്യേണ്ടാവും. കൺഫേം പേഴ്സണൽ ഡീറ്റെയിൽസ് എന്ന് പറഞ്ഞിട്ട് ഒന്നും കൂടെ നിങ്ങൾ അടിച്ച് ക്ലിയർ ചെയ്യുക. കാരണം അതൊരിക്കലും തെറ്റാൻ പറ്റാത്തത്, ഇത് പിന്നെ മാറ്റാനും പറ്റാത്തതാണ്. അതുകൊണ്ട് നിങ്ങൾ വളരെ ശ്രദ്ധയോടുകൂടെ ഈ 4 കാര്യങ്ങൾ നെയിം, മദർ നെയിം, ഫാദർ നെയിം, ഡേറ്റ് ഓഫ് ബർത്ത്, ജെൻഡർ ഇതൊന്നുകൂടെ എടുക്കുക. പിന്നെ നിങ്ങളുടെ അഡ്രസ്സ് അല്ലേ, വീട്ടുപേര്, സബ് ലൊക്കാലിറ്റി ഓപ്ഷണലാണ് കൊടുത്താൽ മതി. പിന്നെ നിങ്ങളുടെ ലൊക്കാലിറ്റി കൊടുക്കുക, കൺട്രി ഇന്ത്യ, സ്റ്റേറ്റ് കേരള, എൻ്റെതാണെങ്കിൽ ഡിസ്ട്രിക്റ്റ് കാലിക്കറ്റ്. ഇത് കറക്റ്റ് ഫോളോ അപ്പ് ചെയ്യുക. പിൻകോഡ് അടിച്ചു കൊടുക്കുക. ഇതോടുകൂടെ നമ്മുടെ പേഴ്സണൽ ഡീറ്റെയിൽസ് അവിടെ കൊടുത്തു. ഇനി നമുക്ക് ഇവിടെയാണ് ഏറ്റവും ശ്രദ്ധിക്കാനുള്ളത്, ഇലക്ട്രോണിക് കമ്മ്യൂണിക്കേഷൻ അഡ്രസ് ആണ് ഇനി ചോദിക്കുന്നത്. അവിടെ ഇമെയിൽ ID കൊടുക്കുക. ഈ ഇമെയിൽ ID അടിക്കുമ്പോൾ ശ്രദ്ധിക്കണം, ചില ആളുകൾ ഒരു ഇമെയിൽ ID അടിച്ചു കൊടുക്കും. അവിടെ ചില ആളുകൾ ശ്രദ്ധിക്കാതെ ഒരു ഇമെയിൽ ID അന്നപ്പോൾ ക്രിയേറ്റ് ചെയ്ത് അടിച്ചു കൊടുക്കും. നമ്മുടെ അടുത്ത് ആക്സസ് ഇല്ലാത്ത ഇമെയിൽ ID കൊടുത്തിട്ട് അതിലേക്കാണ് ആപ്ലിക്കേഷൻ നമ്പർ ബാക്കി കാര്യങ്ങൾ വരിക. അത് പോയി ഫുള്ള് കാര്യങ്ങൾ. അപ്പോൾ ശ്രദ്ധിച്ചു കൊടുക്കുക. അവിടെ ഇല്ലാത്ത ഇമെയിൽ ID എന്നുള്ള ഉള്ള ഇമെയിൽ IDനെ വർക്ക് ചെയ്യുന്ന പാസ്വേഡൊക്കെ അറിയുന്ന നിങ്ങൾ ഒതൻറ്റിക് ഇമെയിൽ ID കൊടുക്കുക. അതൊന്നും കൂടെ അടിച്ചു കൊടുക്കുക. പിന്നെ മൊബൈൽ നമ്പർ, നിങ്ങളുടെ കൈമേലുള്ള വർക്കിംഗ് ആയിട്ടുള്ള മൊബൈൽ നമ്പർ, OTP ഒക്കെ വരാനുള്ളതാണ്. ആ മൊബൈൽ നമ്പർ ഒന്നുകൂടി അടിച്ചു കൊടുക്കുക. അതിനുശേഷം താഴെ ഈ നമ്പറിൽ കണക്ട് ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ ഒരു ഓൾട്ടർനേറ്റീവ് കോൺടാക്ട് നമ്പർ കൊടുക്കുക. അതിലേക്ക് ഒരു OTP വരില്ല. നിങ്ങൾ ഇവിടെ കൊടുക്കുമ്പോൾ മറ്റേ ഉപ്പയുടെ ഉമ്മയുടെ ആരുടെ ഒന്ന് കൊടുക്കുക. ഫസ്റ്റ് നിങ്ങളുടെ നമ്പറാണ് കൊടുത്തെങ്കിൽ. ഓക്കെ, അത് അടിച്ചിട്ട് പിന്നെ ഇവിടെ അടുത്ത പെർമനൻറ്റ് അഡ്രസ്സാണ് ചോദിക്കുന്നത്. ഇവിടെ നിങ്ങളെ പ്രസൻറ്റ് അഡ്രസ്സുമായിട്ട് സെയിം ആണെങ്കിൽ ഇവിടെ ക്ലിക്ക് ചെയ്ത് കൊടുത്താൽ ഓട്ടോമാറ്റിക്കലി നിങ്ങളുടെ ആ അഡ്രസ്സ് തന്നെ താഴോട്ട് വരും. ഓക്കെ, അത് കംപ്ലീറ്റ് ചെയ്താൽ ഇനിയാണ് നമുക്ക് പാസ്വേഡ് ക്രിയേറ്റ് ചെയ്യാനുള്ളത്. നമ്മുടെ അക്കൗണ്ടിൻ്റെ പേഴ്സണൽ ഡീറ്റെയിൽസ് ഒക്കെ എഡിറ്റ് ചെയ്ത് നമ്മളിപ്പോൾ അക്കൗണ്ട് ഉണ്ടാക്കുകയാണ്. ഇനി പാസ്വേഡ് ക്രിയേറ്റ് ചെയ്യണം. ഞാൻ പാസ്വേഡ് നിങ്ങൾ പറഞ്ഞ പോലെ ഒരു ക്യാപിറ്റൽ, ഒരു സ്മോൾ, ഒരു സ്പെഷ്യൽ ലെറ്റർ, ഒരു ന്യൂമറിക്കൽ ലെറ്റർ ഉള്ള ഒരു നമ്പർ ഇവിടെ നിങ്ങൾ ആഡ് ചെയ്ത് കൊടുക്കുക. ആ പാസ്വേഡ് ഒന്നുകൂടെ നിങ്ങൾ അടിക്കുക. പിന്നെ അവരെന്തെങ്കിലും ഇൻ കേസ് പാസ്വേഡ് മറന്നു പോയാൽ നിങ്ങൾക്ക് അക്കൗണ്ട് ഓപ്പൺ ആക്കാൻ ഒരു സെക്യൂരിറ്റി ക്വസ്റ്റ്യൻ ചോദിക്കും. അത് ഒരുപാട് ക്വസ്റ്റ്യൻസ് അവിടെ ഉണ്ട്. എന്താണ് നിങ്ങളുടെ ഫസ്റ്റ് സ്കൂളിൻ്റെ പേരെന്താണെന്നൊക്കെ ഒരുപാട് ചോദ്യങ്ങൾ ഇവിടെ കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്കത് വായിക്കാൻ കിട്ടും. ഓക്കെ, സെക്യൂരിറ്റി ക്വസ്റ്റ്യൻസ് ഇതാ. സെക്യൂരിറ്റി ക്വസ്റ്റ്യൻ ഏതൊക്കെയാണ്? വിച്ച് ഈസ് ദ വെബ്സൈറ്റ് യു ഫ്രീക്വൻറ്റ്ലി വിസിറ്റ്, അതുപോലെ തന്നെ നെയിം ഓഫ് യുവർ ഫസ്റ്റ് സ്കൂൾ, ഏതെങ്കിലും ഒന്ന് നിങ്ങൾ ചൂസ് ചെയ്യുക. എന്നിട്ട് അതിൻ്റെ ആൻസർ അവിടെ കൊടുക്കുക. അപ്പോൾ ഇൻ കേസ് നിങ്ങൾ പാസ്വേഡ് മറന്നു പോയാൽ ആ ക്വസ്റ്റ്യൻ ആയിരിക്കും അവിടെ വരിക. നിങ്ങളെ കറക്റ്റ് ആൻസർ നിങ്ങൾ അടിച്ചു കൊടുത്താൽ അവിടെ നിങ്ങൾക്ക് കറക്റ്റ് അതിൻ്റെ അക്കൗണ്ട് ഓപ്പൺ ആകും. ഓക്കെ, ഇപ്പം ജസ്റ്റ് നിങ്ങളെ സെക്യൂരിറ്റി ക്വസ്റ്റ്യനും അതിൻ്റെ ആൻസറും കൊടുക്കുക. അതിനുശേഷം നിങ്ങൾ ക്യാപ്ച അടിക്കുക. ക്യാപ്ച അടിച്ചിട്ട് സേവ് ചെയ്യുക. അപ്പോൾ സേവ് ചെയ്യുമ്പോൾ ഇങ്ങനെ ഒരു കാര്യങ്ങൾ വരും. ഓക്കെ, നിങ്ങൾ രജിസ്ട്രേഷൻ കൊടുത്തിരിക്കുന്നത് കറക്റ്റ് ആണോ എന്ന് ചെക്ക് ചെയ്യണം. കാരണം ഇത് രജിസ്ട്രേഷൻ ഫോമാണ്. രജിസ്ട്രേഷൻ ഫോമിൽ ഇതിലടിക്കുന്ന പോലെയാണ് ഇനി ബാക്കിയുള്ള കാര്യങ്ങൾ വരിക. അപ്പോൾ ഇത് റിവ്യൂ ചെയ്ത് ഉറപ്പിച്ചിട്ട് മാത്രമേ സബ്മിറ്റ് എന്ന് കൊടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അങ്ങനെ ഒരു നോട്ടിഫിക്കേഷൻ അവരുടെ ഇവിടെ റിവ്യൂ കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നിങ്ങൾ അത് ക്ലോസ് ചെയ്തിട്ട് എന്ത് ചെയ്യാം, ഇവിടെ നിങ്ങൾ എഗ്രി എന്ന് കൊടുക്കുക. ഇതാണ് നിങ്ങളെ രജിസ്ട്രേഷൻ ഫോമിൻ്റെ റിവ്യൂ വരുന്നത്. അപ്പോൾ ആദ്യം തന്നെ നിങ്ങളെ നെയിം ഇവിടെ പേഴ്സണൽ ഡീറ്റെയിൽസ് അടിച്ചത് കറക്റ്റ് അല്ലേ നോക്കുക. ഓക്കെ, അങ്ങനെ നമ്മുടെ രജിസ്ട്രേഷൻ ഫോം അവിടെ സബ്മിറ്റ് എന്ന് കൊടുത്താൽ നമുക്ക് റിവ്യൂ ചെയ്യാണ്ടാവും നമ്മുടെ എല്ലാ രജിസ്ട്രേഷൻ കാര്യങ്ങളും. അപ്പോൾ നമുക്ക് ഇവിടെ എന്ത് ചെയ്യാം, നമ്മുടെ കാര്യങ്ങൾ ഓരോന്നും നമ്മൾ ശരിയാണോ എന്ന് നോക്കുക. നമ്മുടെ പേഴ്സണൽ ഡീറ്റെയിൽസ് അടിച്ച് ടിക്ക് കൊടുക്കുക. അതിനുശേഷം നമ്മുടെ പ്രസൻറ്റ് അഡ്രസ്സ് അടിച്ചത് എന്ത് ചെയ്യുക, ശരിയായതോ എന്ന് അവിടെയും ക്ലിക്ക് കൊടുക്കുക. അതിനുശേഷം അക്കൗണ്ട് ഡീറ്റെയിൽസ് എല്ലാ ഇതും നമ്മൾ എന്ത് ചെയ്യണം, ഐ ഹാവ് വെരിഫൈഡ് ഇലക്ട്രോണിക് കമ്മ്യൂണിക്കേഷൻ എല്ലാം നമ്മളിവിടെ ടിക്ക് കൊടുത്താൽ മാത്രമേ അടിയിൽ നമുക്ക് എന്ത് ചെയ്യുള്ളൂ, നമുക്ക് അടുത്തതായിട്ട് ഏറ്റവും അവസാനം നമുക്ക് എഗ്രി എന്ന് പറയുന്നൊരു കോളം വരുള്ളൂ. ആ എഗ്രി എന്ന് പറഞ്ഞ കോളത്തിൽ അവസാനം നമ്മൾ എന്ത് ചെയ്യാം, ടിക്ക് കൊടുക്കുക. എന്നിട്ട് ടിക്ക് കൊടുത്തിട്ട് ഇവിടെ സബ്മിറ്റ് ആൻഡ് സെൻഡ് OTP ടു വെരിഫൈ മൊബൈൽ നമ്പർ എന്നുള്ള ഭാഗം ക്ലിക്ക് ചെയ്യുക. ഓക്കെ, അപ്പോൾ നമുക്കൊരു OTP നമുക്ക് വരും. ആ OTP നമ്മൾ എന്ത് ചെയ്യുക, എൻ്റർ ചെയ്ത് കൊടുക്കുക. അങ്ങനെ ആ OTP എൻ്റർ ചെയ്ത് കൊടുത്താലാണ് നമ്മുടെ അക്കൗണ്ട് ക്രിയേറ്റ് ആവുക. അങ്ങനെ നമ്മുടെ അക്കൗണ്ട് ക്രിയേഷൻ എന്നുള്ള ഫസ്റ്റ് സ്റ്റെപ്പ് നമ്മളിവിടെ കംപ്ലീറ്റ് ആവും. രജിസ്ട്രേഷൻ ഫോം കംപ്ലീറ്റ് ആവും. അപ്പോൾ നമുക്ക് ഇവിടെ നമ്മുടെ
അപ്ലിക്കേഷൻ നമ്പർ കിട്ടും. ഓക്കെ, അതുമുതൽ നമ്മുടെ ഏറ്റവും ഫസ്റ്റ് സ്റ്റെപ്പ് നമ്മൾ കംപ്ലീറ്റ് ചെയ്തു. നമ്മുടെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്താണ്? രജിസ്ട്രേഷൻ ഫോം. ഇനി നമ്മൾ അപ്ലിക്കേഷൻ ഫോമിലേക്ക് പ്രൊസീഡ് ചെയ്യാൻ. ഇനി താഴെ ഇവിടെ അപ്ലിക്കേഷൻ ഫോമിലേക്ക് പ്രൊസീഡ് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഉണ്ടാവും. അപ്പോൾ അത് നമ്മൾ ക്ലിക്ക് ചെയ്താൽ നമ്മൾ ആദ്യത്തെ പ്രോസസ്സിലേക്ക് പോകും. അപ്പോൾ നമുക്കൊരു ടോട്ടൽ 12 സ്റ്റെപ്സ് ആണുള്ളത്. അതിൽ ആദ്യത്തെ സ്റ്റെപ്സ് നമ്മൾ കംപ്ലീറ്റ് ചെയ്തു. ഏതാണ്? രജിസ്റ്റർ കോൺടാക്റ്റ് ഡീറ്റെയിൽസ്. ഇനി നമ്മൾ അടുത്തത് പേഴ്സണൽ ഡീറ്റെയിൽസ് നമ്മളിവിടെ ആഡ് ചെയ്യാൻ പോവുകയാണ്. ഓക്കെ, പേഴ്സണൽ ഡീറ്റെയിൽസിലേക്ക് ചോദിക്കുന്നത് ഫസ്റ്റ് തന്നെ നമ്മുടെ നെയിമും ഈ ഫാദർ നെയിമും ഇവിടെ ഗാർഡിയൻ നമ്മുടെ നെയിം, ഡേറ്റ് ഓഫ് ബർത്ത്, ജെൻഡർ, ഫാദർ, മദർ, നാഷണൽ, ഇവിടെ വരെ നമ്മൾ ഓൾറെഡി നമ്മൾ ഫസ്റ്റ് രജിസ്റ്റർ ചെയ്യുമ്പോൾ കൊടുത്തിട്ടുണ്ടാവും. ഇനി അങ്ങോട്ട് ഇവിടുന്ന് മുതലാണ് നമ്മൾ ചെയ്യാനുള്ളത് നാഷണാലിറ്റി ആഡ് ചെയ്യുക. അതേതാണ്? ഇന്ത്യ അല്ലേ. അതിനുശേഷം നമ്മുടെ ഡൊമിസൈൽ കേരള നമ്മൾ ആഡ് ചെയ്യാം. അതിനുശേഷം നമ്മുടെ കാറ്റഗറി ചോദിക്കും. അപ്പോൾ OBC ആണെങ്കിൽ NCL അത് കൊടുക്കുക. ഇനി ഏതാണ്? ജനറൽ ആണ്, ജനറൽ കൊടുക്കുക ഓരോന്നും. ഇനി കൺഫേം കാറ്റഗറി ഉണ്ടാവും, നിങ്ങളെ കാറ്റഗറി കൺഫേം ചെയ്യാനുള്ള കാര്യങ്ങൾ. അപ്പോൾ അവിടെ എന്ത് ചെയ്യുക? നിങ്ങളെ കാറ്റഗറി OBC NCL ആണ്, രണ്ടാമത്തേലും എന്ത് ചെയ്യുക? ആ കാറ്റഗറി കൊടുക്കുക. ഓക്കെ, അപ്പോൾ നമ്മളോട് ചോദിക്കുക പ്രധാനമായിട്ടും പ്രധാനമായിട്ട് നമ്മുടെ കാറ്റഗറി OBC നോൺ ക്രിമിനൽ ആണ് രണ്ട് സ്ഥലത്തും കൊടുത്തിട്ടുള്ളെങ്കിൽ അടുത്തത് ചോദിക്കും ഡു യു ഹാവ് എ വാലിഡ് കാറ്റഗറി സർട്ടിഫിക്കറ്റ് ഇഷ്യൂഡ് ബൈ ഓതറൈസ്ഡ് ഗവൺമെൻറ് ഓഫീസ്. അപ്പോൾ നിങ്ങൾക്ക് കാറ്റഗറി സർട്ടിഫിക്കറ്റ് ഉണ്ടോ ഇല്ല എന്ന് ചോദിക്കും. അപ്പോൾ അവിടെ രണ്ട് ഓപ്ഷനാണുള്ളത്. ഒന്നെങ്കിൽ യെസ് എന്ന് കൊടുക്കുക, അല്ലെങ്കിൽ നോ ഐ ഹാവ് അപ്ലൈഡ് ബട്ട് അവൈറ്റിംഗ് ദ സർട്ടിഫിക്കറ്റ്. അപ്പം നിങ്ങൾ യെസ് ആണെങ്കിൽ കാറ്റഗറി സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിൽ ഉണ്ട് എന്ന് കൊടുക്കുക, ഇല്ലെങ്കിൽ ഇല്ല ഞാൻ അപ്ലൈ ചെയ്തു എന്ന് കൊടുക്കുക. ഓക്കെ, അതാണ് വരുന്നത്. അപ്പം അങ്ങനെ അപ്ലൈ ചെയ്തു എന്നാണ് കൊടുത്തതെങ്കിൽ കാറ്റഗറി സർട്ടിഫിക്കറ്റ് അപ്ലിക്കേഷൻ നമ്പർ ഇവിടെ ചോദിക്കുന്നുണ്ട്, ആ അപ്ലൈ ചെയ്ത ഡേറ്റും ചോദിക്കുന്നു. അത് രണ്ടും നിങ്ങൾ എന്ത് ചെയ്യുക? അവിടെ എൻ്റർ ചെയ്യാം. പോരാത്തതിന് ഏത് OBC NCL ആണെങ്കിൽ നിങ്ങളത് കാറ്റഗറി സർട്ടിഫിക്കറ്റ് ഏത് ഗവൺമെൻറ്റിനോടാണ്, അതോറിറ്റിനോടാണ് അപ്ലൈ ചെയ്തത്. നമുക്ക് ഏതാണ്? ഗവൺമെൻറ് ഓഫ് കേരളയാണ്. അപ്പോൾ ഗവൺമെൻറ് ഓഫ് കേരള കൊടുക്കുക. പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ഇതിന് നോൺ ക്രിമിനൽ സർട്ടിഫിക്കറ്റ് അത്യാവശ്യമാണ്. അത് നിങ്ങൾ എന്ത് ചെയ്യണം? സെൻട്രൽ എഡ്യൂക്കേഷണൽ പർപ്പസിന് തഹസീൽദാറിൻ്റെ അപ്രൂവൽ കിട്ടുന്നതാണ് വേണ്ടത്, ഒരിക്കലും സ്റ്റേറ്റ് പർപ്പസ് കൊടുക്കരുത്. ഓക്കെ, ഇനി അടുത്ത് നിങ്ങൾ ഡയബറ്റിക് ആണോ എന്ന് ചോദിക്കേണ്ടത്. അപ്പം നോ കൊടുക്കുക. ഇനി അടുത്തതായിട്ട് വരുന്നത് ഡയബറ്റിക് ആണോ എന്ന് ചോദിച്ചതിന് ശേഷം നമ്മളോട് ചോദിക്കുന്നത് നിങ്ങൾ പോവേർട്ടി ലൈനിൻ്റെ ബിലോ ആയ ആളുകളാണോ? ആണെങ്കിലാണെന്ന് കൊടുക്കുക, അല്ലെങ്കിൽ അല്ല എന്ന് കൊടുക്കുക. പിന്നെ ഒരുപാട് കാര്യങ്ങൾ ചോദിക്കേണ്ടത് ഡിഫൻസ് ഓഫ് പേഴ്സണൽ എക്സ് സർവീസ്മാൻ ആണോ? അപ്പോൾ അല്ലെങ്കിൽ അല്ല കൊടുക്കുക. NCC കോട്ട ഉണ്ടോ ചോദിക്കുക. അപ്പോൾ നോ യെസ് ആണ് യെസ് കൊടുക്കുക. സ്പോർട്സ് കോട്ട ക്ലെയിം ഉണ്ടോ? യെസ് ആണ് യെസ് കൊടുക്കുക, അല്ലെങ്കിൽ നോ കൊടുക്കുക. പിന്നെ നിങ്ങളുടെ പ്രിപ്പറേഷൻ ഏത് മോഡിലായിരുന്നു ഇവിടെ ചോദിക്കുന്നുണ്ട്. സെൽഫ് സ്റ്റഡി ആണോ, ഇൻഡിവിജ്വൽ ട്യൂഷൻ ആണോ, ഓൺലൈൻ കോച്ചിങ് ആണോ, ട്യൂട്ടോറിയൽ ക്ലാസ് സ്കൂളാണോ, കറസ്പോണ്ടൻറ്റ് കോഴ്സസ് ആണോ, ഏതായാലും നിങ്ങളത് കൊടുക്കുക. ഓൺലൈൻ കോച്ചിങ് ആണോ, ഓൺലൈൻ കോച്ചിങ്. ഇനി അടുത്തതാണ് നമ്മളോട് മീഡിയം ഓഫ് സ്കൂൾ ക്വാളിഫയിങ് എക്സാമിനേഷൻ. ഓക്കെ, നിങ്ങൾ പഠിക്കുന്ന സ്കൂളിൻ്റെ മീഡിയം ഏതാണെന്ന് ചോദിക്കേണ്ടത്. അപ്പോൾ ഇംഗ്ലീഷ് ആണ് ഇംഗ്ലീഷ് ചൂസ് ചെയ്യുക, മലയാളം മലയാളം ചൂസ് ചെയ്യുക. അതിനുശേഷം ക്യാപ്ച അടിക്കുക. ഓക്കെ, ഞാൻ എൻ്റെത് ഇവിടെ കൊടുത്തതാണ് കറക്റ്റ്. ഓക്കെ, ഞാൻ എൻ്റെ കാര്യങ്ങൾ ഇവിടെ കൊടുത്തിട്ടുണ്ട് കറക്റ്റ്. അതോറിറ്റി ഗവൺമെൻറ് ഓഫ് കേരള ഡയബറ്റിക് ആണോ ചോദിച്ചപ്പോൾ ഞാൻ നോ പറഞ്ഞു. കാശ്മീരി മൈഗ്രൻ്റ് ആണോ ചോദിച്ചപ്പോൾ നോ പറഞ്ഞു. പിന്നെ എന്ത് പറഞ്ഞു? നമ്മൾ അർബനാണോ റൂറലാണോ ചോദിച്ചത്, ഞാൻ അർബൻ കൊടുത്തു. ആനുവൽ ഫാമിലി ഇൻകം അപ് ടു 1 lakh ആണ്, 1 ലക്ഷത്തിൻ്റെ അപ്പോൾ അത് ഞാൻ കൊടുത്തു. പോർട്ടി ലൈന് നോ, എക്സ് സർവീസ്മാൻ നോ, NCC കോട്ട നോ, സ്പോർട്സ് കോട്ട നോ, ഓൺലൈൻ കോച്ചിങ്, മീഡിയം ഓഫ് അനലൈസ് ഇംഗ്ലീഷ്. ഓക്കെ, അതിനുശേഷം ക്യാപ്ച അടിച്ച് സേവ് ചെയ്യാം. അപ്പോൾ അതോടുകൂടെ നമ്മൾ 2 സ്റ്റെപ്സ് നമ്മൾ കംപ്ലീറ്റ് ആയി. രജിസ്റ്റർ പേഴ്സണൽ ഡീറ്റെയിൽസും കംപ്ലീറ്റ് ആയി. ഇനി നമ്മൾ ഡിസേബിലിറ്റി ഡീറ്റെയിൽസ് ആണ്. നിങ്ങൾ PWD ആണോ എന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ നിങ്ങൾ PWD ആണെങ്കിൽ യെസ് കൊടുക്കുക, അല്ലെങ്കിൽ നോ കൊടുക്കുക. ഓക്കെ, അപ്പോൾ ഞാൻ നോ കൊടുത്തു. അതിനുശേഷം എന്ത് ചെയ്തു? കംപ്ലീറ്റ് ചെയ്തു. അപ്പോൾ ക്യാപ്ച അടിച്ച് സേവ് ചെയ്തു. അതോടുകൂടെ 3 സ്റ്റെപ്സ് നമുക്ക് കംപ്ലീറ്റ് ആയി. ഇനി നമുക്കുള്ള സ്റ്റെപ്സ് ഐഡൻറ്റിറ്റി ഡീറ്റെയിൽസ് ആണ്. ഐഡൻറ്റിറ്റീസ് നിങ്ങളുടെ വ്യക്തിത്വം തെളിയിക്കാനുള്ളത്. ബേസിക്കലി നമ്മൾ കൊടുക്കുന്നത് ആധാറാണ്. അപ്പോൾ ഇവിടെ ആധാറാണ് ഞാൻ ചോദിക്കുന്നത്. അപ്പം ഞാനിവിടെ ടിക്ക് കൊടുത്തു. ഐ വോളണ്ടിയർലി അഗ്രി ടു ഷെയർ മൈ ആധാർ നമ്പർ. അപ്പം ഞാൻ എന്ത് ചെയ്തു? ഇവിടെ എൻ്റെ ഓൾറെഡി കാൻഡിഡേറ്റ്സ് നെയിമും ഈ കാര്യങ്ങളൊക്കെ ഇവിടെ വരും. അപ്പോൾ ഞാൻ ടിക്ക് കൊടുത്തതിന് ശേഷം എൻ്റെ ആധാർ നമ്പർ ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുത്തു. ഒന്നും കൂടെ റീഎൻറ്റർ ചെയ്ത് കൊടുത്തു. അപ്പോൾ എന്ത് ചെയ്യും? റീഎൻറ്റർ ചെയ്ത് കൊടുക്കും. എന്നിട്ട് ക്യാപ്ച അടിച്ചു കൊടുത്തു. ക്യാപ്ച അടിച്ചു കൊടുത്ത് സബ്മിറ്റ് ചെയ്താൽ നമ്മളെ ആധാർ നമ്പർ ഏത് മൊബൈൽ നമ്പറുമായിട്ടാണ് ലിങ്ക് ചെയ്ത ആ നമ്പറിലേക്ക് ഒരു OTP വരും. ആ OTP എന്ത് ചെയ്യാം? നമ്മളിവിടെ അടിച്ചു കൊടുക്കുക. ആ OTP അടിച്ചു കൊടുത്തിട്ട് ക്യാപ്ച അടിച്ച് സേവ് ചെയ്താൽ നമ്മുടെ ഐഡൻറ്റിറ്റി ഡീറ്റെയിൽസും കംപ്ലീറ്റ് ആയി. ഓക്കെ, ഇനി അപ്പോൾ നമ്മുടെ ആധാറിൻ്റെ ഡീറ്റെയിൽസും നമ്മുടെ ഫോട്ടോയും ഒക്കെ ഇവിടെ വരും. ആധാറിലുള്ള ഫോട്ടോ കാര്യങ്ങളൊക്കെ ഇവിടെ വരും. എന്നിട്ട് നമ്മൾ സബ്മിറ്റ് ചെയ്ത് കൊടുത്താൽ അടിയിൽ നെക്സ്റ്റ് നമ്മൾ ആധാറിൻ്റെ ഡീറ്റെയിൽസ് കംപ്ലീറ്റ് ഇവിടെ വരും. എന്നിട്ട് അടിയിൽ നമ്മൾ നെക്സ്റ്റ് കൊടുക്കുക. നെക്സ്റ്റ് കൊടുത്താൽ നമ്മൾ എന്ത് ചെയ്യും? ആ സെക്ഷൻ കംപ്ലീറ്റ് ആയി. അതോടുകൂടെ ഐഡൻറ്റിറ്റി ഡീറ്റെയിൽസും നമ്മൾ കംപ്ലീറ്റ് ചെയ്തു. ഇനി അടുത്ത 5ാമത്തെ സ്റ്റെപ്പാണ്. നിങ്ങൾക്ക് അക്കാഡമിക് ബാങ്ക് ഓഫ് ക്രെഡിറ്റ് ഉണ്ടോ എന്നാണ് ചോദിക്കുന്നത്. എപ്പയർ ID. അപ്പം +2കാരൊക്കെ അധികം ഉണ്ടാവില്ല. യെസ് ഓർ നോ എന്നാണ് ചോദിക്കുക. നോ കൊടുത്ത് സബ്മിറ്റ് ചെയ്യുക. ഇല്ലെങ്കിൽ കേട്ടോ, ഉണ്ടെങ്കിൽ അത് കൊടുക്കുക.
നോ കൊടുത്തിട്ട് സബ്മിറ്റ് ചെയ്യുക. അത് ഉണ്ടാക്കാൻ പോകുമൊന്നും വേണ്ട, നോ കൊടുത്തിട്ട് സബ്മിറ്റ് ചെയ്യാം. ഓക്കെ, ഇനി അടുത്ത അതോടുകൂടി നമ്മൾ അപ്പയർ ഐഡിൻ്റെ ഡീറ്റെയിൽസ് കഴിഞ്ഞു. ഇനി നമ്മൾ 6th സ്റ്റെപ്പിലേക്കാണ് കിടക്കുന്നത്. 6th സ്റ്റെപ്പാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സ്റ്റെപ്പ്. അതിൽ നമുക്ക് എന്തൊക്കെ ചെയ്യാണ്ടെന്ന് വെച്ചാൽ NCT എക്സാമിൻ്റെ സെൻറ്റർ എവിടെയാണ് വേണ്ടതെന്ന് ചൂസ് ചെയ്യേണ്ടത്. പേപ്പേഴ്സ് ഇവിടെയാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട്. നിങ്ങൾ NCT എക്സാമിന് പേപ്പേഴ്സ് 7 പേപ്പറാണല്ലോ നമുക്ക് എഴുതാണ്ടാവും. 7 പേപ്പറിന് 3 മണിക്കൂർ കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ് എക്സാം ആണല്ലേ. 2 ലാംഗ്വേജ്, 3 ഡൊമൈൻസ്, 2 കമ്പൾസറി പേപ്പർ. ഏതൊക്കെ കമ്പൾസറി പേപ്പർ? ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡും ജനറൽ ആപ്റ്റിറ്റ്യൂഡും അല്ലേ. അപ്പോൾ ഇതിൽ നിങ്ങൾ എങ്ങനെ ചൂസ് ചെയ്യേണ്ടതെന്ന് ചോദിച്ചാൽ നിങ്ങൾക്ക് എടുക്കേണ്ട BA BEd BSc BEd BCom BEd ഏത് സെൻട്രൽ യൂണിവേഴ്സിറ്റിയാണ് പ്രൊവൈഡ് ചെയ്യുന്നത്, NIT ആണ് പ്രൊവൈഡ് ചെയ്യുന്നത് മനസ്സിലാക്കുക. അവിടെ അവർ എഴുതാൻ പറയുന്ന ഏതാണ്. ഉദാഹരണത്തിന് പോണ്ടിച്ചേരി സെൻട്രൽ യൂണിവേഴ്സിറ്റിയിലൊക്കെ അവർ പറയുന്ന ക്രൈറ്റീരിയ ഉണ്ട് അല്ലേ. അവിടെയൊക്കെ BA BEd ആണെങ്കിൽ അവർ പറയുന്നത് അല്ലേ ഹിസ്റ്ററി എക്കണോമിക്സ് നിർബന്ധമായും എഴുതണം. അവരുടെ ഇൻഫർമേഷൻ ബുള്ളറ്റിൻ ഡൗൺലോഡ് ചെയ്താൽ നിങ്ങൾക്ക് കിട്ടും അല്ലേ. അതുപോലെ തന്നെ സെൻട്രൽ യൂണിവേഴ്സിറ്റി ഓഫ് കേരളയിൽ നോക്കുകയാണെങ്കിൽ BA BEd ഇംഗ്ലീഷിന് ഇംഗ്ലീഷ് ചെയ്താൽ കമ്പൾസറി ആണ്. BSc BEd സുവോളജിക്ക് ബയോളജി ചെയ്താൽ കമ്പൾസറി ആണ്. BSc BEd ഫിസിക്സിന് ഫിസിക്സ് ചെയ്താൽ കമ്പൾസറി ആണ് അല്ലേ. അങ്ങനെ ഓരോ ഇപ്പോൾ NIT കാലിക്കറ്റ് ആണെങ്കിൽ NIT കാലിക്കറ്റിൽ BSc BEd കെമിസ്ട്രിക്ക് കെമിസ്ട്രി ഡൊമൈനായി ചെയ്താൽ കമ്പൾസറി ആണ്. അപ്പോൾ ഓരോ സ്ഥലത്തിലെയും ക്രൈറ്റീരിയ നോക്കിയിട്ട് നിങ്ങൾക്ക് എവിടെയൊക്കെ അപ്ലൈ ചെയ്യണമെന്ന് മനസ്സിലാക്കിയിട്ട് അവിടേക്കൊക്കെ അപ്ലൈ ചെയ്യാൻ പറ്റുന്ന കോലത്തിൽ നിങ്ങൾ എന്ത് ചെയ്യാം, സബ്ജക്റ്റ് കോമ്പിനേഷൻ നിങ്ങൾ ചൂസ് ചെയ്യാം. അതിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഞങ്ങളൊരു കണക്ട് ചെയ്യുക. താഴെ എൻ്റെ നമ്പർ ഉണ്ട്, അഡ്മിഷൻ കൗൺസിലർ നമ്പർ, അതിൽ കോൺടാക്ട് ചെയ്താൽ മതി. അതൊക്കെ കാര്യങ്ങളൊക്കെ പറഞ്ഞുതരാം. ഓക്കെ, അപ്പോൾ ആദ്യം എക്സാം ചൂസ് ചെയ്യുക. NCT നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പർ മീഡിയം ഏതാണ്? ഒരുപാട് മീഡിയം 13 മീഡിയത്തിൽ മലയാളത്തിലൊക്കെ നിങ്ങൾക്ക് എഴുതാം. പക്ഷേ ഞാൻ എപ്പോഴും പ്രിഫർ ചെയ്യുക ഇംഗ്ലീഷിൽ തന്നെ എഴുതാനാണ്. കാരണം ഒരു തെറ്റൊക്കെ ഉണ്ടെങ്കിൽ ഇംഗ്ലീഷാണ് കൂടുതൽ പരിഗണിക്കുക. അപ്പോൾ ഇവിടെ ഇംഗ്ലീഷ് കൊടുക്കുക. പിന്നെ നമ്മുടെ 4 സിറ്റി ഓപ്ഷൻസ് ആണ് ചോദിക്കുന്നത് അല്ലേ. നമ്മുടെ ഫസ്റ്റ് ഓപ്ഷൻ കേരള കോഴിക്കോട് കൊടുക്കാം. ഇനി രണ്ടാമത്തെ ഞാൻ കോഴിക്കോട് ആയതുകൊണ്ട് കേരള, അതിൻ്റെ അടുത്ത് കണ്ണൂർ കൊടുക്കുക. അടുത്ത കേരള, മൂന്നാമത്തെ പാലക്കാട് അല്ലെ കേരള തൃശ്ശൂർ, അങ്ങനെ 4 അടുത്തടുത്ത് നിങ്ങൾക്ക് ഏതാണോ കൺവീനിയൻ്റ് ആയിട്ട് അടുത്തടുത്ത ജില്ലകൾ കൊടുക്കുക. ഫസ്റ്റ് നിങ്ങളുടെ ജില്ല തന്നെ കൊടുക്കാം. പിന്നെ ചോദിക്കുന്നത് ഗോർഡിയൻ ഓക്യുപ്പേഷൻ ചോദിക്കുന്നുണ്ട്. ഫാദറിൻ്റെ ക്വാളിഫിക്കേഷൻ ഇല്ലിറ്ററേറ്റ് ആണെങ്കിൽ, പഠിക്കാത്ത ആളാണെങ്കിൽ ഇല്ലിറ്ററേറ്റ് കൊടുക്കുക. ഡിഗ്രി ഉള്ള ആളുകളാണ് മെട്രിക്കുലേറ്റ്, ഗ്രാജുവേറ്റ്, ഡിഗ്രി ഉള്ളവരാണെങ്കിൽ ഗ്രാജുവേറ്റ്, +2 വരെയാണെങ്കിൽ മെട്രിക്കുലേറ്റ്, ആ കാര്യങ്ങളൊക്കെ നിങ്ങൾ അവിടെ കൊടുക്കുക. മദറിൻ്റെ ഒക്യുപ്പേഷൻ ചോദിക്കുന്നുണ്ട്. ജോലി ഹൗസ് വൈഫ് ആണെങ്കിൽ ഏറ്റവും ലാസ്റ്റ് അതേഴ്സ് ഹൗസ് വൈഫ് എന്ന് കൊടുക്കുക. ഫാദറിൻ്റെ അഗ്രികൾച്ചർ ബിസിനസ് ഓരോന്നും ചോദിക്കേണ്ടത്, അതാണ് അത് കൊടുക്കുക. പിന്നെ മദറിൻ്റെ ക്വാളിഫിക്കേഷൻ ഇല്ലിറ്ററേറ്റ് ആണ് ഇല്ലിറ്ററേറ്റ് കൊടുക്കുക, ഓരോ കാര്യങ്ങളും. അതിനുശേഷമാണ് നമുക്ക് സബ്ജക്റ്റ് ചൂസ് ചെയ്യാനുള്ള ഓപ്ഷൻസ് വരുന്നത്. സബ്ജക്റ്റ് ചൂസ് ചെയ്യുന്നതിൽ ഫസ്റ്റ് മാൻഡേറ്ററി സബ്ജക്റ്റ് ഏതാ? ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡ്, അതിലവിടെ കൊടുത്തിട്ടുണ്ട്. അതേ ഓപ്റ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉള്ളൂ, ജനറൽ ആപ്റ്റിറ്റ്യൂഡ്. പിന്നെ നിങ്ങൾ 2 ലാംഗ്വേജ് ചൂസ് ചെയ്യുക. ഞാൻ ഇംഗ്ലീഷും മലയാളമാണ് ചൂസ് ചെയ്യുന്നത്. പിന്നെ നിങ്ങൾക്ക് വേണ്ട 3 ഡൊമൈൻ സബ്ജക്റ്റും ഇവിടെ ചൂസ് ചെയ്യുക, ക്യാപ്ച അടിക്കുക, സേവ് ചെയ്യുക. ഓക്കെ, അതാണ് അതിൻ്റെ പ്രോസസ്സ്. അപ്പോൾ എൻ്റെത് ഞാൻ കൊടുത്തു NCT ഇംഗ്ലീഷ്, കേരള കാലിക്കറ്റ് കൊടുത്തു, പിന്നെ കണ്ണൂർ, പിന്നെ മലപ്പുറം, പിന്നെ പാലക്കാട്. എൻ്റെ ഫാദറിൻ്റെ ഒക്യുപ്പേഷൻ അതേഴ്സ് ഞാൻ കൊടുത്തത് മെട്രിക്കുലേറ്റ്, അതേഴ്സ് ഇൻക്ലൂഡിങ് ഹൗസ് വൈഫാണ് മദറിൻ്റെത്. ഇനി എൻ്റെ ഞാൻ കൊടുത്ത സബ്ജക്റ്റുകൾ ഒന്ന് ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡാണ്, ജനറൽ ടെസ്റ്റാണ്, അത് നിങ്ങളൊക്കെ കൊടുക്കേണ്ടി വരും. പിന്നെ ഞാൻ ഇംഗ്ലീഷ് ആൻഡ് ലാംഗ്വേജ് ലിറ്ററേച്ചറും മലയാളമാണ് 2 ലാംഗ്വേജായി കൊടുത്തത്. ഞാനിപ്പോൾ ഹ്യൂമാനിറ്റീസ് ബാക്ക്ഗ്രൗണ്ട് ആയിക്കൊണ്ട് പോണ്ടിച്ചേരി സെൻട്രൽ യൂണിവേഴ്സിറ്റി ലക്ഷ്യമാക്കി നോക്കുന്നതായതുകൊണ്ട് അവിടുത്തെ BA BEd നോക്കുന്നതിനെ കൊണ്ട് ഞാൻ ഹിസ്റ്ററിയും പൊളിറ്റിക്കൽ സയൻസും എക്കണോമിക്സും കൊടുത്തു. ഡെമോ ആയിട്ട് ചെയ്യുകയാണ്, അതുകൊണ്ട് ഞാൻ അതാണ് കൊടുത്തിട്ടുള്ളത്. ഓക്കെ, ക്യാപ്ച അടിച്ച് സേവ് ചെയ്യാം. അതിനുശേഷം നമ്മൾ ആ ഒരു സേവ് ചെയ്തോടുകൂടെ നമ്മുടെ എക്സാമിൻ്റെ അപ്ലൈ ചെയ്യലും ടെസ്റ്റ് പേപ്പറും സെലക്ട് ചെയ്ത് കഴിച്ചു. ഇനി നമുക്കുള്ളത് യൂണിവേഴ്സിറ്റികൾ ചൂസ് ചെയ്യാന്നുള്ളൊരു ഇതാണ്. നമ്മുടെ NCTക്ക് നിങ്ങൾ ഏതൊക്കെ യൂണിവേഴ്സിറ്റി ഉദ്ദേശിക്കുന്നുണ്ടോ ആ NCT ഒക്കെ, ആ എക്സാമുകളൊക്കെ, ആ സെൻറ്ററുകളൊക്കെ ഇവിടെ ചൂസ് ചെയ്യണം. അതായത് നിങ്ങളിപ്പോൾ ഏതൊക്കെ യൂണിവേഴ്സിറ്റിയിൽ പഠിക്കാൻ ഉദ്ദേശിക്കേണ്ടതെന്ന് ആ പഠിക്കാൻ ഉദ്ദേശിക്കുന്ന യൂണിവേഴ്സിറ്റികളൊക്കെ ഇവിടെ ചൂസ് ചെയ്യണം. ഇനി ബി നിങ്ങൾ എക്സാം കഴിഞ്ഞിട്ട് ഇവിടെ ചൂസ് ചെയ്തില്ലെങ്കിലും അവിടേക്ക് അഡ്മിഷൻ എടുക്കാൻ പറ്റാൻ മതി. പക്ഷേങ്കിൽ ഇപ്പം നിങ്ങൾ എന്ത് ചെയ്യുക, കഴിയുന്നതൊക്കെ ഇവിടെ നിങ്ങൾ ആപ്ലിക്കേഷൻ കൊടുക്കുക. NIT കാലിക്കറ്റ് പ്രത്യേകമായി പറയുന്നുണ്ട്, NCT എക്സാമിന് അപ്ലൈ ചെയ്യുമ്പം NIT കാലിക്കറ്റ് ഒരു പഠിക്കാൻ താല്പര്യം ഇൻസ്റ്റിറ്റ്യൂഷൻ ഇവിടെ സേവ് ചെയ്യണം, ഇവിടെ നിങ്ങൾ ചൂസ് ചെയ്യണം. ചൂസ് ചെയ്തില്ലെങ്കിൽ നിങ്ങൾക്ക് പിന്നെ അവിടെ ആപ്ലിക്കേഷൻ കൊടുക്കാൻ പറ്റില്ല. ഓക്കെ, അത് പ്രത്യേകം ശ്രദ്ധിക്കണം. NIT കാലിക്കറ്റിൻ്റെ അതുപോലെ ക്രൈറ്റീരിയ ഉള്ള ഇൻസ്റ്റിറ്റ്യൂഷനൊക്കെ എന്തായാലും നിങ്ങൾ കൊടുക്കണം. ഓക്കെ, അപ്പോൾ ഞാനിവിടെ എൻ്റെ യൂണിവേഴ്സിറ്റി ചൂസ് ചെയ്യുകയാണ്. സെലക്ട് യൂണിവേഴ്സിറ്റി നെയിം ഞാനിവിടെ പോണ്ടിച്ചേരി യൂണിവേഴ്സിറ്റി ചൂസ് ചെയ്തു. പോണ്ടിച്ചേരി യൂണിവേഴ്സിറ്റി BA BEd പ്രോഗ്രാമാണ് ഞാൻ ചൂസ് ചെയ്തത്. നിങ്ങൾക്ക് ഇനി ആഡ് ചെയ്യാം. ഞാൻ ഒരു യൂണിവേഴ്സിറ്റി അവിടെ ചൂസ് ചെയ്തുള്ളൂ. അപ്പോൾ ഇവിടെ ആഡ് എന്ന് പറഞ്ഞ ഓപ്ഷനിൽ കൊടുത്താൽ നിങ്ങൾക്ക് എത്ര കോളേജുകളാണ്, എത്ര യൂണിവേഴ്സിറ്റി, എത്ര പ്രോഗ്രാം ആണെങ്കിലും നിങ്ങൾക്ക് ആഡ് ചെയ്യാം.
ക്യാപ്ച അടിക്കുക, സേവ് ചെയ്യുക. അതോടുകൂടെ നമ്മുടെ യൂണിവേഴ്സിറ്റി പ്രോഗ്രാം സെലക്ഷനും കംപ്ലീറ്റ് ആയി. ഇനി നമുക്കുള്ള 10th-ൻ്റെയും 12th-ൻ്റെയും ഡീറ്റെയിൽസ് ആഡ് ചെയ്യാന്നുള്ളതാണ്. അടുത്തതായിട്ട് നമ്മുടെ ക്വാളിഫിക്കേഷൻ ഡീറ്റെയിൽസ് ആണ് ആഡ് ചെയ്യേണ്ടത്, 10th ക്ലാസ്സിൻ്റെയും +2-ൻ്റെയും. അപ്പോൾ 10th ക്ലാസ്സിൻ്റെതാണ് ഫസ്റ്റ് നമ്മൾ ഫില്ല് ചെയ്യാം. അടുത്തത് 10th ക്ലാസ്സിൻ്റെ പാസ് സ്റ്റാറ്റസ് ആണ് ഫസ്റ്റ് ചോദിക്കുന്നത്. നമ്മൾ പാസ് ആണെങ്കിൽ പാസ് കൊടുക്കുക, ഫെയിൽ ആണ് എന്തായാലും ഫെയിൽ കൊടുക്കാൻ പറ്റില്ലല്ലോ. പിന്നെ അതുപോലെ തന്നെ ഇയർ ഓഫ് പാസിങ്, ഏത് വർഷമാണ് വിജയിച്ചത് അത് കൊടുക്കുക. അതുപോലെ തന്നെ ക്വാളിഫയിങ് എക്സാം ഏതാണെന്ന് ചോദിക്കും. അത് നമ്മൾ 12th ഓർ ഈക്വലൻ്റ് ആണല്ലോ, അല്ല 10th ഓർ ഈക്വലൻ്റ്. അപ്പോൾ 10+ ആ ഒരു ഓപ്ഷൻസ് ഉണ്ടാവും, അത് അവിടെ ചൂസ് ചെയ്യാം. പിന്നെ പ്ലേസ് ഓഫ് സ്കൂൾ, നിങ്ങളുടെ സ്കൂൾ ഏത് സ്ഥലത്താണ് എന്ന് ചൂസ് ചെയ്യാം. പിന്നെ ടൈപ്പ് ഓഫ് സ്കൂൾ കോളേജ്, അതായത് ഈ പ്ലേസ് ഓഫ് സ്കൂൾ മേ ബി എന്തായിരിക്കും, നിങ്ങളുടെ റൂറലോ അർബനോ അതായിരിക്കും ചോദിക്കാം. അപ്പോൾ റൂറൽ ആണെങ്കിൽ റൂറൽ, അർബൻ ആണെങ്കിൽ അർബൻ, അത് സെലക്ട് ചെയ്യാം. ടൈപ്പ് ഓഫ് സ്കൂൾ ഗവൺമെൻറ് സ്കൂൾ ആണെങ്കിൽ ഗവൺമെൻറ് സ്കൂൾ എന്ന് ചൂസ് ചെയ്യാം. ഇനി പ്രൈവറ്റ് ഗവൺമെൻറ് എയ്ഡഡ് ആണെങ്കിൽ അങ്ങനെ ചൂസ് ചെയ്യാം. ഇനി കേന്ദ്ര വിദ്യാലയം ആണെങ്കിൽ അതൊക്കെ ചൂസ് ചെയ്യാം. അതിനൊക്കെ ഇവിടെ ഓപ്ഷൻസ് ഉണ്ടാവും. അതുപോലെ ക്വാളിഫയിങ് എക്സാമിനേഷൻ സ്റ്റേറ്റ് ചോദിക്കും, അത് നമ്മുടെ കേരള. പിന്നെ ഡിസ്ട്രിക്ട് ചോദിക്കും. അതിനുശേഷം സ്കൂൾ ബോർഡ്, നിങ്ങളുടെ സ്കൂളിൻ്റെ ബോർഡ് ഏതാണ്. അപ്പോൾ നമ്മളുടെ ഏതാണ് വരുന്നത്, കേരള ബോർഡ് ഓഫ് പബ്ലിക് എക്സാമിനേഷൻ ആണ് നമ്മളുടേത് വരുന്നത് അല്ലേ. 10th ക്ലാസ്സിൻ്റെ കേരള ബോർഡ് ഓഫ് പബ്ലിക് എക്സാമിനേഷൻ. അടുത്ത റിസൾട്ട് മോഡാണ്. ഇവിടെ റിസൾട്ട് മോഡ് ഒരു 4 തരത്തിൽ ചോദിക്കുന്നുണ്ട്, പെർസെൻറ്റേജും CGPA. അപ്പോൾ നമ്മളിവിടെ പെർസെൻറ്റേജ് ചൂസ് ചെയ്യുക. നമുക്ക് ശരിക്കും 10th ക്ലാസ്സിൽ നമുക്ക് A+ ആണല്ലോ വരുന്നത്. A+ എങ്ങനെയാണ് പെർസെൻറ്റേജിലേക്ക് മാറ്റുക എന്ന് ഞാൻ പറഞ്ഞുതരാം. അപ്പം അത് അവിടെ പെർസെൻറ്റേജ് ചൂസ് ചെയ്യാം. അതിനുശേഷം അതിൻ്റെ എൻറോൾ നമ്പറും അഡ്രസ്സും കൊടുക്കാനുണ്ടാവും. അതിനുമുമ്പ് നമുക്ക് എങ്ങനെയാണ് നമ്മുടെ A+ പെർസെൻറ്റേജിലേക്ക് മാറ്റുക എന്ന് നമുക്ക് നോക്കാം. ഓക്കെ, ഇവിടെ പാസ്വേഡ് കൊടുത്തു, 12th ഓർ ഈക്വലൻ്റ് കൊടുത്തു, അർബന് കൊടുത്തു, ഗവൺമെൻറ് എയ്ഡഡ് പ്രൈവറ്റ് ആണ് എൻ്റെത്, കേരള കോഴിക്കോട് ഞാൻ കൊടുത്തു, കേരള ബോർഡ് ഓഫ് പബ്ലിക് എക്സാമിനേഷൻ കൊടുത്തു. ഇനി അടുത്തത് പെർസെൻറ്റേജ്. ഇനി പെർസെൻറ്റേജ് എങ്ങനെയാണ് നോക്കുക. പെർസെൻറ്റേജ് നമ്മളിവിടെ ക്ലിക്ക് ചെയ്താൽ ടോട്ടൽ മാർക്സും ഒബ്റ്റൈൻഡ് മാർക്സും മാർക്സിൻ്റെ പെർസെൻറ്റേജും അവർ ചോദിക്കുന്നുണ്ട്. അതെങ്ങനെയാണ് കണ്ടെത്തുക എന്നുള്ളത് നമുക്കറിയാം. ടോട്ടൽ മാർക്സ് നമുക്കിവിടെ 100 കൊടുക്കാം. കാരണം എന്താണ്, കാരണം നമ്മുടെ 10th ക്ലാസ്സിൽ നമുക്ക് 10 വിഷയമാണുള്ളത്. 10 വിഷയത്തിനും ഓരോ ഗ്രേഡാണ് കിട്ടുന്നത്. ആ ഗ്രേഡിന് ഓരോന്നിനും ഒരു പോയിന്റ് ഉണ്ട്. അപ്പോൾ നമുക്കിവിടെ നോക്കാം, ഇതല്ലേ A+ന് നമുക്ക് 9 ഗ്രേഡ് പോയിന്റും, Aക്ക് 8 ഗ്രേഡ് പോയിന്റ്, Aന് B+ന് 7 ഗ്രേഡ് പോയിന്റ്, അങ്ങനെ ഒരു ഗ്രേഡ് പോയിന്റ് ആണ് നമുക്കിവിടെ നിർണ്ണയിച്ചിട്ടുള്ളത്. അപ്പം ഈ ഗ്രേഡ് പോയിന്റുകൾ, അപ്പോൾ നമുക്ക് ഓരോ ഗ്രേഡ് കിട്ടുമ്പോൾ ഇത്ര പോയിന്റ് ആണ് നമുക്ക് കിട്ടുക. അപ്പോൾ 10 വിഷയം ഉണ്ടെങ്കിൽ നമുക്ക് അതിനെ 10ൽ വെച്ച് നോക്കുകയാണെങ്കിൽ നമുക്ക് 100 ടോട്ടൽ മാർക്കായിട്ട് കൊടുക്കാം. ഇനി നമുക്ക് കിട്ടിയ മാർക്ക് എത്രയാണ് നമുക്ക് നോക്കാം. അത് പെർസെൻറ്റേജിലേക്ക് മാറ്റും. കിട്ടിയ മാർക്ക് എത്രയാണ് നമ്മളെവിടെ ആഡ് ചെയ്യാന്നുള്ളതാണ് നമ്മൾ നോക്കേണ്ടത്. ഇവിടെ നമുക്ക് A+ൻ്റെ ഒരു പ്രശ്നം എന്ന് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, നമുക്കറിയാം A+ ഒരിക്കലും 10 ഔട്ട് ഓഫ് 10 നമുക്ക് ലഭിക്കില്ല. ഇവിടെ മാക്സിമം 9 വരെ പോകുള്ളൂ അല്ലേ. അപ്പോൾ നമ്മൾ മൊത്തം ഈ നമുക്ക് കിട്ടിയ ഗ്രേഡ് പോയിന്റുകൾ മൊത്തം കൂട്ടിയിട്ടാൽ അതൊരിക്കലും ശരിയാവില്ല. അതാണ് ഞാൻ അടുത്തത് നോക്കുന്നത്. ഇപ്പോൾ ഉദാഹരണത്തിന് ഞാൻ എൻ്റെ ഒരു ഗ്രേഡ് പോയിന്റ് ഇവിടെ ഉണ്ടാക്കിയിട്ടുണ്ട്. ഇംഗ്ലീഷിന് A കിട്ടിയോണ്ട് എനിക്ക് 8 മാർക്ക്, മലയാളത്തിന് A കിട്ടിയത് കൊണ്ട് 8 മാർക്ക്, A+ കിട്ടിയതിനൊക്കെ 9. ഞാനൊരു മൊത്തം എൻ്റെ ഒരു ഗ്രേഡ് പോയിന്റ് ഇത് മൊത്തം ഇവിടെ കൂട്ടിയാൽ കിട്ടും. പക്ഷേ ഈ ഗ്രേഡ് പോയിന്റ് മൊത്തം കൂട്ടി കിട്ടിയ മാർക്കല്ല എൻ്റെ ആകെ ടോട്ടൽ മാർക്ക്. കാരണം എന്താണ്, ഈ നമുക്ക് A+ എന്നുള്ളത് 10 ഔട്ട് ഓഫ് 10 നമുക്ക് ഒരിക്കലും കൊടുക്കാൻ പറ്റൂല. അപ്പം മൊത്തം ഈ കിട്ടിയ മാർക്ക് മൊത്തം 90ൽ ഇത്ര മാർക്കായിരിക്കും എനിക്ക് കിട്ടുക. കാരണം ഒന്നിൻ്റെ മാക്സിമം മാർക്ക് 9 ആണല്ലോ. അപ്പോൾ 10 90, അതാണ് നമുക്ക് കിട്ടുക. അപ്പോൾ പെർസെൻറ്റേജിലേക്ക് നമുക്ക് 100 മാർക്ക്, അവിടെ ടോട്ടൽ 100 മാർക്ക് കൊടുത്തിട്ട് അതിൻ്റെ മാർക്ക് ആക്കണമെങ്കിൽ നമ്മളിവിടെ പെർസെൻറ്റേജിലേക്ക് മാറ്റുന്ന ഒരു പ്രക്രിയ, ഒരു ഫോർമുല നമ്മൾ ചെയ്യണം. അടുത്തതായിട്ട് ഞാൻ എനിക്ക് കിട്ടിയ ഗ്രേഡുകൾ, അതിൻ്റെ ഗ്രേഡ് പോയിന്റ് കൂട്ടിയിട്ട് എൻ്റെ മൊത്തം മാർക്ക് എങ്ങനെയാണ് ലഭിക്കുക എന്നുള്ളതാണ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നത്. അപ്പോൾ എനിക്ക് മൊത്തം കിട്ടിയ ഗ്രേഡുകളും അതിൻ്റെ പോയിന്റുകളും ഞാനിവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പം Aക്ക് എനിക്ക് A+B ആ ഒരു രീതിയിലാണ് കിട്ടിയത്. അപ്പോൾ ഞാൻ അതിൻ്റെ ഗ്രേഡ് പോയിന്റുകളൊക്കെ ഇവിടെ ഇട്ടു. അപ്പോൾ അത് ഗ്രേഡ് പോയിന്റുകളൊക്കെ കൂട്ടുമ്പോൾ എനിക്ക് 76 ആണ് കിട്ടുന്നത്. അപ്പോൾ എൻ്റെ 76 എന്ന് പറയുന്ന മൊത്തം മാർക്ക് ഔട്ട് ഓഫ് 100-ലല്ല എനിക്ക് കിട്ടിയത്, ഔട്ട് ഓഫ് 90-ലാണ് ഇത് കിട്ടിയത്. അപ്പോൾ ഇത് ഔട്ട് ഓഫ് 90-ൽ എനിക്ക് 76 കിട്ടിയത് നമുക്ക് ഔട്ട് ഓഫ് 100-ലേക്ക് മാറ്റണം. ഓക്കെ, അതിന് നമുക്കിവിടെ ഫോർമുല, അതായത് നമ്മുടെ പെർസെൻറ്റേജ് 10th ക്ലാസ്സിൻ്റെ നമുക്ക് പെർസെൻറ്റേജും മാർക്കും കിട്ടാൻ വേണ്ടിയിട്ടുള്ള ഫോർമുലയാണ് അത്. ടോട്ടൽ ഗ്രേഡ് പോയിന്റ് ഇൻറ്റു 100/90 അല്ലേ, അതാണ്. അപ്പോൾ ഞാൻ 76 × 100/90, അപ്പോൾ 2 0 വെട്ടി, അപ്പോൾ 760/9. അപ്പോൾ എനിക്ക് കിട്ടിയിട്ടുള്ള എൻ്റെ ടോട്ടൽ മാർക്കുള്ളത് 84.4 ആണ് അല്ലേ. 84.4 എൻ്റെ ഒരു ടോട്ടൽ മാർക്ക്. അപ്പോൾ ഞാൻ എന്ത് ചെയ്യുകയാണ്, ഇവിടെ എൻ്റെ ടോട്ടൽ മാർക്സ് 100 കൊടുത്തിട്ട് എൻ്റെ ഒബ്റ്റൈൻഡ് മാർക്ക് 84 കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇനി നിങ്ങൾക്ക് ഇങ്ങനെ കൂട്ടാനൊക്കെ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ, ഇങ്ങനെ ഫോർമുലൊക്കെ ചെയ്യാണ്ടെങ്കിൽ ഒരുപാട് വെബ്സൈറ്റുകൾ അവൈലബിൾ ആണ്. A+2 SSLC A+2 പെർസെൻറ്റേജ് ചേഞ്ചർ, SLC പെർസെൻറ്റേജ് കാൽക്കുലേറ്റർ, അങ്ങനെ ഒരുപാട് വെബ്സൈറ്റുകളുണ്ട്. അതിൽ നോക്കി ചെയ്താൽ മതി. അപ്പോൾ ഒബ്റ്റൈൻഡ് മാർക്ക് ഇപ്പോൾ ഓട്ടോമാറ്റിക്കലി എൻ്റെ പെർസെൻറ്റേജ് ഇവിടെ 84 വന്നു. ഓക്കെ, ഇനി 10th ക്ലാസ്സിന് എൻറോൾ നമ്പർ ഇവിടെ കൊടുക്കുക, സ്കൂളിൻ്റെ അഡ്രസ്സ് കൊടുക്കുക, സ്കൂളിൻ്റെ പിൻകോഡ് കൊടുക്കുക.
എന്നിട്ട് സേവ് ചെയ്യാം. അതുപോലെ തന്നെ 12th ഡീറ്റെയിൽസും ആഡ് ചെയ്യാം. ഓക്കെ, 12th ഡീറ്റെയിൽസ് പാസ്സാണെങ്കിൽ പാസ്, ഇയർ ഓഫ് പാസിങ്, ക്വാളിഫയിങ് എക്സാമിനേഷൻ ഏതാണ് വരുന്നത്, ക്വാളിഫയിങ് എക്സാമിനേഷൻ നിങ്ങൾ നോക്കുകയാണെങ്കിൽ വരുന്നത് ദ ഫൈനൽ എക്സാമിനേഷൻ ഓഫ് ദ 10+2 സിസ്റ്റം കണ്ടക്റ്റഡ് ബൈ എനി റെക്കഗ്നൈസ്ഡ് സെൻട്രൽ സ്റ്റേറ്റ് ബോർഡ് സച്ച് ആസ് ദ സെൻട്രൽ ബോർഡ് ഓഫ് സെക്കൻഡറി എഡ്യൂക്കേഷൻ. ഓക്കെ അല്ലേ, ഇതാണ് നമ്മൾ ഏതെങ്കിലും ഒരു ബോർഡ്, സ്റ്റേറ്റോ സെൻട്രൽ ബോർഡോ ആയിട്ടുള്ള ഏതൊരു 10+2 എന്ന സിസ്റ്റത്തിലുള്ള ഏതെങ്കിലും ഒരു എഡ്യൂക്കേഷൻ സിസ്റ്റം നമ്മളതാണല്ലോ, അപ്പോൾ അതാണ് ചൂസ് ചെയ്യേണ്ടത്. അപ്പോൾ ഇനി പ്ലേസ് ഓഫ് സ്കൂൾ റൂറൽ ആണോ അർബൻ ആണോ ഗ്രാമീണാണോ നഗരമാണോ എന്ന് വെച്ചാൽ അത് കൊടുക്കുക. ഗവൺമെൻറ് എയ്ഡഡ്, പ്രൈവറ്റ്, സ്റ്റേറ്റ്, അതിൻ്റെ ഡിസ്ട്രിക്റ്റ്, ബോർഡ് ഏതാണ്, കേരള ബോർഡ് ഓഫ് ഹയർ സെക്കൻഡറി എഡ്യൂക്കേഷൻ കൊടുക്കുക. റിസൾട്ട് മോഡ് പെർസെൻറ്റേജ് കൊടുക്കുക. ഇനി എവൈറ്റിംഗ് ആണെങ്കിൽ ഒന്നും കൊടുക്കാനുണ്ടാവില്ല. ഓക്കെ, കോളേജിൻ്റെ നെയിം കൊടുക്കുക, പിൻകോഡ് കൊടുക്കുക, ക്യാപ്ച അടിക്കുക, സേവ് ചെയ്യുക. ഓക്കെ, അതോടുകൂടെ ആ ഒരു സെക്ഷൻ കഴിഞ്ഞു. ഇനി നിങ്ങൾക്ക് ചൂസ് ചെയ്യാനുണ്ടാവുക എന്നുള്ളത് എന്താണെന്ന് വെച്ചാൽ നിങ്ങളുടെ അഡീഷണൽ ഡീറ്റെയിൽസ്. അത് നിങ്ങളുടെ ടിൻ എക്സാം ചെയ്തുകൊണ്ടോ നിങ്ങളുടെ നിങ്ങളുടെ മദറും ഫാദറും ഒരു യൂണിവേഴ്സിറ്റിൻ്റെ എംപ്ലോയി ആണോ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെ കൊടുക്കുക, ടിൻ എഴുതുന്നുണ്ടെങ്കിൽ യെസ് കൊടുക്കുക. എന്നിട്ട് ആ ടിന്നിൻ്റെ ഡീറ്റെയിൽസ് ചോദിക്കുന്നത് അത് കൊടുക്കുക. ഇനി ഈസ് യുവർ മദർ എംപ്ലോയി ഓഫ് യൂണിവേഴ്സിറ്റി, യെസ് ആണ് യെസ് കൊടുക്കുക, നോ കൊടുക്കുക. ഈസ് യുവർ ഫാദർ എംപ്ലോയി ഓഫ് യൂണിവേഴ്സിറ്റി, യെസ് ഓർ നോ കൊടുക്കുക, ക്യാപ്ച അടിക്കുക, സേവ് ചെയ്യുക. ഇതോടുകൂടെ നമ്മൾ എന്ത് ചെയ്യും, 8 പ്രോസസ്സ് കംപ്ലീറ്റ് ചെയ്തു, 8 സ്റ്റെപ്സ് നമ്മൾ കംപ്ലീറ്റ് ചെയ്തു. ഇനി നമുക്ക് കംപ്ലീറ്റ് ചെയ്യാനുണ്ടാവുക ലൈവ് ഫോട്ടോ ക്യാപ്ചറിങ്. അപ്പോൾ 8ാമത്തെ 9ാമത്തെ പ്രോസസ്സിലേക്ക് പോകുമ്പം അല്ലേ, അഡീഷണൽ ഡീറ്റെയിൽസ് നമ്മളിവിടെ സേവ് ചെയ്തു. ഇനി നമ്മൾ ക്യാപ്ചർ ലൈവ് ഫോട്ടോഗ്രാഫ്, ആ പ്രോസസ്സിലേക്കാണ് നമ്മൾ പോകുന്നത്. ലൈവായിട്ട് നമ്മുടെ ഫോട്ടോ എടുക്കണം. ഇവിടെ ഇങ്ങനെ ഒരു QR കോഡ് കാണാം. ആ QR കോഡ് നമ്മൾ ജസ്റ്റ്, ഇപ്പോൾ നിങ്ങൾ ലാപ്പിലാണ് ചെയ്യുന്നതെങ്കിൽ ജസ്റ്റ് ആ QR കോഡ് ഫോൺ എടുത്തിട്ടൊന്ന് സ്കാൻ ചെയ്താൽ അതിൽ ഓട്ടോമാറ്റിക്കലി വെബ്സൈറ്റിലേക്ക് പോകും. എന്നിട്ട് ക്യാപ്ചർ ചെയ്യാം. അല്ലെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ക്യാമറ ഉള്ള കമ്പ്യൂട്ടറിലാണ് ചെയ്യുന്നതെങ്കിൽ ജസ്റ്റ് അവിടെ അടിയിൽ അത് ക്യാപ്ചർ ലൈവ് ഫോട്ടോഗ്രാഫ് എന്ന സ്ഥലത്ത് ക്ലിക്ക് ചെയ്യുക. നിങ്ങൾ ഫോട്ടോ കറക്റ്റ് ക്ലിയർ ആവുന്ന രീതിയിൽ. കാരണം ഈ ഫോട്ടോയും പിന്നെയുള്ള പ്രശ്നം വരിക എന്ന് വെച്ചാൽ ഈ ഫോട്ടോയും നിങ്ങൾ ശേഷം നിങ്ങളുടെ ഒരു ഒറിജിനൽ ഫോട്ടോ അപ്ലോഡ് ചെയ്യാൻ പോകുന്നുണ്ട്. അപ്പോൾ ഇതിലുള്ള പോലെ നിങ്ങൾ അതുമായിട്ട് മാച്ച് ആയിട്ടില്ലെങ്കിൽ പിന്നെ അവിടെ വലിയ പ്രശ്നം വരും. ഓക്കെ, അപ്പോൾ ഇത് നല്ല വൃത്തിക്ക് നല്ല ക്ലിയർ ബാക്ക്ഗ്രൗണ്ടിൽ നിങ്ങൾ അപ്ലൈ ചെയ്യാം. അപ്പോൾ ഞാനിവിടെ ക്യാപ്ചർ ലൈവ് ഫോട്ടോഗ്രാഫ് അടിച്ചു. അപ്പോൾ എൻ്റെ ക്യാപ്ചർ ആയിട്ടുള്ള ഫോട്ടോ ഇവിടെ അപ്ലോഡ് ഫോട്ടോഗ്രാഫ് എന്ന് കൊടുക്കുക. അപ്പോൾ ഓട്ടോമാറ്റിക്കലി ഫോട്ടോ അപ്ലോഡായി. ഓക്കെ, ഇനി സേവ് ആൻഡ് നെക്സ്റ്റ് അടിച്ചു കൊടുക്കുക. അതിനുശേഷമാണ് നമ്മുടെ അപ്ലോഡ് ഡോക്യുമെൻറ്റ്സ് എന്ന സെക്ഷൻ. ഞാൻ എൻ്റെ ഫോട്ടോ ഇവിടെ നിങ്ങൾക്കറിയാം ഇവർ ക്രൈറ്റീരിയ പറയുന്നത് JPG ആയിരിക്കണം, 10ൻ്റെയും 200 KB ഇടയിലായിരിക്കണം. ഇനി സിഗ്നേച്ചർ ആണെങ്കിൽ 10ൻ്റെയും 50ൻ്റെയും KB ഇടയിൽ. പിന്നെ കാറ്റഗറി സർട്ടിഫിക്കറ്റ് നിർബന്ധമായി അപ്ലോഡ് ചെയ്യാൻ പറയുന്നുണ്ട്. മേ ബി അത് 2 ദിവസം ചിലപ്പം കഴിഞ്ഞ് ചിലപ്പം അത് ഒഴിവാക്കിയേക്കാം അല്ലേ. അപ്ലൈ ചെയ്യാത്തവർക്കും അവിടെ കാറ്റഗറി സർട്ടിഫിക്കറ്റ് ലഭിക്കാത്തവർക്ക് അപ്ലൈ ചെയ്യാൻ പറയണ്ടല്ലോ. മേ ബി ഇത് ഇപ്പം ഇവിടെ കാറ്റഗറി സർട്ടിഫിക്കറ്റ് എന്തായാലും ഇവിടെ അപ്ലോഡ് ചെയ്യേണ്ട ഒരു ഇതാണ് കൊടുത്തിട്ടുള്ളത്. നമുക്ക് വെയിറ്റ് ചെയ്യാം. മേ ബി 2 ദിവസം കഴിഞ്ഞ് ഒഴിവാക്കിയിട്ടില്ലെങ്കിൽ നിർബന്ധമായി ഇവിടെ കാറ്റഗറി സർട്ടിഫിക്കറ്റ് നമ്മൾ അപ്ലോഡ് ചെയ്യേണ്ടി വരുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഇവിടെ അങ്ങനെ ഫയൽ ചൂസ് ചെയ്തതിനു ശേഷം ഇവിടെ അപ്ലോഡ് എന്ന് പറഞ്ഞ ഓപ്ഷൻ അപ്ലോഡ് ക്ലിക്ക് ചെയ്താൽ അവിടെ അപ്ലോഡായി വരും. അതുപോലെ തന്നെ നമ്മുടെ ഒപ്പ് സിഗ്നേച്ചർ ജസ്റ്റ് വെള്ളക്കടലാസിൽ പേരെഴുതി ഒപ്പിടുക, ഫോട്ടോ എടുക്കുക, എന്നിട്ട് ഇവിടെ അപ്ലോഡ് കൊടുക്കുക. അതുപോലെ തന്നെ PDF നമ്മുടെ കാറ്റഗറി സർട്ടിഫിക്കറ്റ് NCL ആണെങ്കിലും 50ൻ്റെയും 300ൻ്റെയും KB കംപ്രസ് ചെയ്തിട്ട് എന്ത് ചെയ്യുക, അപ്ലോഡ് ചെയ്യുക. അതോടുകൂടെ ഡോക്യുമെൻസിൻ്റെ അപ്ലോഡ് പ്രോസസ്സ് നമ്മളിവിടെ കഴിഞ്ഞു. ഇനി നമ്മൾ ഏറ്റവും അവസാനത്തെ പ്രോസസ്സാണ് ഫൈനൽ സബ്മിറ്റ് അല്ലേ. ഇതുവരെ നമ്മൾ ചെയ്ത എല്ലാ ഡോക്യുമെൻസും ശരിയാണോ എന്ന് ചെക്ക് ചെയ്യുക. അതിനുശേഷം എന്ത് ചെയ്യുക, ഫൈനൽ സബ്മിറ്റ് കൊടുക്കുക. ഓക്കെ, അപ്പോൾ പറഞ്ഞു പ്ലീസ് റിവ്യൂ ദ ഫോളോയിങ് ഇൻഫർമേഷൻ ബിഫോർ ദ ഫൈനൽ സബ്മിറ്റ്. ഫൈനൽ സബ്മിറ്റ് കൊടുക്കുന്നതിന് മുമ്പ് കൊടുത്ത കാര്യങ്ങളൊക്കെ ശരിയാണോ എന്ന് ചെക്ക് ചെയ്യാനാണ് പറയുന്നത്. നോക്കുക, നമ്മുടെ പേര്, നമ്മുടെ പേഴ്സണൽ ഡീറ്റെയിൽസ് കറക്റ്റ് ആണോ നോക്കുക, കാറ്റഗറി ഇതൊക്കെ തെറ്റിപ്പോയാൽ പിന്നീട് പ്രശ്നമാകും. അതുകൊണ്ടാണ് ഇനി നമ്മുടെ ഡീറ്റെയിൽസിലെ നമ്മുടെ ഡയബറ്റിക് ആണോ, നമ്മുടെ കാശ്മീരി മൈഗ്രൻ്റ് ആണോ ഒക്കെ മുന്നേ ചോദിച്ച കാര്യങ്ങളൊക്കെ. പിന്നെ FRIDൻ്റെ ഇവിടെ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ഇനി നമ്മുടെ എഡ്യൂക്കേഷൻ, നമ്മുടെ എക്സാമിന് സെലക്ട് ചെയ്ത സബ്ജക്റ്റും സിറ്റീസും അതും കറക്റ്റ് ആണെങ്കിൽ അത് കറക്റ്റ് കൊടുക്കുക. അതിനുശേഷം ഇവിടെയൊക്കെ ക്ലിക്ക് ചെയ്യാനുള്ള കോളങ്ങളുണ്ടാവും. ഐ ഹാവ് വെരിഫൈഡ് എക്സാമിന് സിറ്റി ഓരോന്ന് കഴിയുമ്പോൾ അത് ക്ലിക്ക് ചെയ്യുക. യൂണിവേഴ്സിറ്റി സെലക്ട് ചെയ്ത് യൂണിവേഴ്സിറ്റി 10ൻ്റെയും 12ൻ്റെയും ഡീറ്റെയിൽസ് ഇതൊക്കെ കൊടുത്തത് കറക്റ്റ് ആണോ നോക്കുക. അപ്പോൾ അവസാനം ക്ലിക്ക് ചെയ്യുക. ഇനി 12ൻ്റെതും വെരിഫൈ ചെയ്ത് കൊടുക്കുക. അവസാനം എന്ത് ചെയ്യും, നമ്മൾ അഡീഷണൽ ഡീറ്റെയിൽസ് നമ്മുടെ ടിന്നിൻ്റെ കാര്യങ്ങളും അതുപോലെ തന്നെ പ്രസൻറ്റ് അഡ്രസ്സൊക്കെ കൊടുത്ത് കറക്റ്റ് ആണെങ്കിൽ അവസാനം നമ്മുടെ പിൻകോഡൊക്കെ ടിക്ക് ചെയ്ത് കൊടുക്കുക. അവസാനം നമ്മുടെ ഫോട്ടോയും ഡോക്യുമെൻറ്റും ഒക്കെ കഴിഞ്ഞിട്ട് അവസാനം അടിയിൽ എഗ്രി എന്ന് പറഞ്ഞ ഫൈനൽ സബ്മിഷൻ ഓഫ് ആപ്ലിക്കേഷൻ എന്നൊരു ഭാഗം കാണാം. അവിടെ ക്ലിക്ക് ചെയ്ത് കൊടുത്താൽ നമ്മുടെ രണ്ടാമത്തെ അപ്ലിക്കേഷൻ പ്രോസസ്സും കംപ്ലീറ്റ് ആയി. അവിടെ യെസ് ഓർ നോ ചോദിക്കും, യെസ് കൊടുക്കുക, കംപ്ലീറ്റ് ചെയ്യുക. അതോടുകൂടെ 2 പ്രോസസ്സ് കംപ്ലീറ്റ് ആയി. ഇനി നമുക്കുള്ളത് ഫീ പേയ്മെൻറ്റിൻ്റെ മുമ്പായിട്ടൊരു ഇമെയിൽ
ID വെരിഫിക്കേഷൻ ഉണ്ട്. ജസ്റ്റ് ഇമെയിലേക്ക് ഒരു OTP വരും, അത് കഴിഞ്ഞാലാണ് പേയ്മെൻറ്റ് വെരിഫിക്കേഷൻ. അപ്പോൾ ഇവിടെ ഇമെയിൽ ID വെരിഫിക്കേഷൻ ഉണ്ട്. അപ്പോൾ ഇമെയിൽ IDയിലേക്ക് വെരിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മൾ ഇമെയിൽ IDയിലേക്ക് ഒരു ഇമെയിൽ ID ഇവിടെ കാണിക്കും. അപ്പോൾ അതിലേക്ക് ഒരു താഴെയുള്ള ക്യാപ്ച അടിച്ച് സേവ് ചെയ്ത് കൊടുത്താൽ ഇമെയിൽ IDയിലേക്ക് ഒരു OTP വരും. ആ OTP ഇവിടെ അടിച്ചു കൊടുത്താൽ ഇമെയിൽ ID വെരിഫൈ ആവും. അതോടുകൂടെ നമ്മൾ ഇമെയിൽ ID വെരിഫൈ. ഇനി നമുക്ക് എക്സാമിനേഷൻ ഫീ അടയ്ക്കുകയാണ് വേണ്ടത്. അപ്പോൾ ഇവിടെ അതോടുകൂടെ നമ്മൾ കംപ്ലീറ്റ് ആപ്ലിക്കേഷൻ പ്രോസസ്സ് കഴിയും. എക്സാമിനേഷൻ ഫീ ജസ്റ്റ് അവിടെ ക്ലിക്ക് ചെയ്യുക. അവിടെ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇങ്ങനെ ഒരു ഇൻ്റർഫേസിലേക്ക് പോകും. അവിടെ ഓൺലൈൻ പേയ്മെൻറ്റ് സെലക്ട് ചെയ്ത് കൊടുക്കുക, പ്രൊസീഡ് പേയ്മെൻറ്റ് അടിക്കുക. അപ്പോൾ അതിനുശേഷം നമ്മളെ ഡീറ്റെയിൽസ് വരും. ഇവിടെ നിങ്ങൾക്ക് ഏതാണോ ഗേറ്റ് വേ, ഞാനിവിടെ UPI ഒക്കെ ഉള്ളതും കൊണ്ട് ഞാൻ HDFC ബാങ്ക് ആണ് കൊടുക്കുന്നത്. HDFC ബാങ്ക് കൊടുത്തു, പ്രൊസീഡ് പേയ്മെൻറ്റ് കൊടുത്തു. അടുത്ത ഇങ്ങനെ ഒരു ഇൻ്റർഫേസിലേക്ക് വരും. ഞാൻ OBC ആയതുകൊണ്ട് എനിക്ക് 1000 രൂപയാണ് വരുന്നത്. അപ്പോൾ ഞാൻ ഇവിടെ UPI സെലക്ട് ചെയ്ത് കൊടുത്തു. കാർഡും നെറ്റ് ബാങ്കിങ്ങും എല്ലാം ഉണ്ട്. അപ്പോൾ UPI സെലക്ട് ചെയ്ത് കൊടുത്തുമ്പോൾ ഓട്ടോമാറ്റിക്കലൂടെ ഗൂഗിൾ പേയും ഫോൺ പേയും വന്നു. അപ്പോൾ ഗൂഗിൾ പേ ഞാൻ സെലക്ട് ചെയ്തു. ഗൂഗിൾ പേ സെലക്ട് ചെയ്തിട്ട് ഗൂഗിൾ പേയിലേക്ക് എനിക്ക് ഓട്ടോമാറ്റിക്കലി അപ്പോൾ എനിക്ക് എന്ത് വന്നു, അതിൻ്റെ റിക്വസ്റ്റ് വന്നു 1000 രൂപയുടെ. ഞാനത് പേയ്മെൻറ്റ് ചെയ്തു. പേയ്മെൻറ്റ് ചെയ്തതോടുകൂടെ നിങ്ങളുടെ ആപ്ലിക്കേഷൻ പ്രോസസ്സ് കംപ്ലീറ്റ് ആയി. ഇത്രയാണ് ഒരു സ്റ്റെപ്സ് വരുന്നത്. ഈ ആപ്ലിക്കേഷൻ കഴിഞ്ഞതിന് ശേഷം നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നിങ്ങൾക്ക് ജസ്റ്റ് കൺഫർമേഷൻ പേജ് ഡൗൺലോഡ് ചെയ്ത് വെക്കണം. അതോടുകൂടെ മാത്രമേ നിങ്ങൾ ആപ്ലിക്കേഷൻ പ്രോസസ്സ് കംപ്ലീറ്റ് ആവുള്ളൂ. ഇതോടുകൂടെ നിങ്ങൾ ആ പേജിലേക്ക് തന്നെ കൺവേർട്ട് ആയിട്ട് വരും. അവിടെ നിങ്ങളുടെ ആപ്ലിക്കേഷൻ പ്രോസസ്സ് ഫോം ഡൗൺലോഡ് ചെയ്യുക. എപ്പോൾ നിങ്ങൾക്ക് കയറിയാലും സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാൻ പറ്റും. ഓക്കെ, ഇങ്ങനെയാണ് അപ്ലൈ ചെയ്യുക. ഇനി എന്തെങ്കിലും തെറ്റുകൾ വരുത്തിയിട്ടുണ്ടെങ്കിൽ കറക്ഷൻ വിൻഡോയുടെ സമയത്ത് എന്ത് ചെയ്യാം, കറക്റ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് പറയാനുള്ളത്. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ താഴെ അഡ്മിഷൻ കൗൺസിലർ നമ്പറിൽ കണക്ട് ചെയ്യാം. ഇതാണ് ആപ്ലിക്കേഷൻ പ്രോസസ്സിൻ്റെ ഒരു ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ആയിട്ട് പറയാൻ പറ്റുന്നത്. ഓക്കെ, എൻ്റെ പ്രിയപ്പെട്ട വിദ്യാർത്ഥികൾ, NCET എക്സാമിന് 2 മാസം മാത്രമേ ഉള്ളൂ അല്ലേ. നമുക്ക് 60 ദിവസം കൊണ്ട് ഒരു അടിപൊളിയായിട്ടുള്ള എക്സാമിന് പ്രിപ്പയർ ചെയ്താലോ. അതുകൊണ്ട് എഡ്യൂപ്ലസ് ലേണിങ്ങിൻ്റെ 60 days ക്രാഷ് ബാച്ച് ഫെബ്രുവരി 16 ആരംഭിക്കുകയാണ്. അതായത് 2 ദിവസം അല്ലേ. ഇന്ന് ഫെബ്രുവരി 14 വാലന്റൈൻസ് ഡേ ഒക്കെ ആണല്ലേ. ഓക്കെ, അടുത്ത ഫെബ്രുവരി 16 ഒരു 60 days. നമുക്കറിയാം ഫെബ്രുവരി 16 കഴിഞ്ഞാൽ അല്ലേ മാർച്ച് 16, ഏപ്രിൽ 16, ഏപ്രിൽ 17 എക്സാം. കറക്റ്റ് 2 മാസമാണ്. എക്സാമിന് സീരിയസ് ആയിട്ട് പ്രിപ്പയർ ചെയ്യുന്ന ആളാണെങ്കിൽ നല്ല കോച്ചിങ് അത്യാവശ്യമാണ്. കാരണം നമുക്കറിയാം 4 വർഷം കൊണ്ട് ഡിഗ്രിയും BEdും കിട്ടുന്ന കോഴ്സ് ആയതുകൊണ്ട് വളരെ ഡിമാൻഡുള്ള ഒരു കോഴ്സാണിത്. ഇതിന് NCET എക്സാം എഴുതിയാൽ മാത്രമേ കേരളത്തിൽ എന്നല്ല ഇന്ത്യയിൽ എവിടെയും നിങ്ങൾക്ക് അഡ്മിഷൻ കിട്ടുള്ളൂ. അതിൻ്റെ സ്കോർ വെച്ചിട്ടാണ്. അപ്പം അവിടേക്ക് വേണ്ടിയിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഈ എക്സാമിന് നന്നായിട്ട് പ്രിപ്പയർ ചെയ്യാം. 2 മാസം കൊണ്ട് അടിപൊളിയായിട്ട് മോക്ക് ടെസ്റ്റുകൾ ചെയ്തിട്ട് നമുക്ക് പ്രിപ്പയർ ചെയ്യാം. കൂടുതൽ ഡീറ്റെയിൽസ്, കോച്ചിങ്ങിൻ്റെ ഡീറ്റെയിൽസ്, ഫീ കാര്യങ്ങളൊക്കെ അറിയാൻ താഴെയുള്ള അഡ്മിഷൻ കൗൺസിലർ നമ്പറിൽ കണക്ട് ചെയ്യാം. ഓക്കെ, നമുക്ക് വീണ്ടും കാണാം മറ്റൊരു വീഡിയോ ആയിട്ട്. ഓക്കെ, സി യു. താങ്ക് യു ഫ്രം എഡ്യൂപ്ലസ് ലേണിംഗ്.